ഹോപ്പ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് എത്ര പേരുണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാൻ പറ്റുമോ? യെസ്, 2 പേര്. യെസ്, 2 പേരുള്ള ആകെ. യെസ്, 3 പേര്. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ. അപ്പൊ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സവാദ്, ക്യുനൈറ്റ്സ് അക്കാഡമിയുടെ ഫൗണ്ടറാണ്. ഏകദേശം 5 വർഷമായിട്ട് AI ട്രെയിനിങ് മേഖലയിലും മറ്റുള്ള സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സ്കിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി വിദ്യാർത്ഥികൾക്ക്, കോളേജ് വിദ്യാർത്ഥികൾക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, 10,000-ലധികം കുട്ടികൾ പഠിച്ചിറങ്ങിയ സ്ഥാപനമാണ് ക്യുനൈറ്റ്സ് അക്കാദമി എന്ന് പറയുന്ന സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ ഒരുപാട് ആളുകൾക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്യാനും മറ്റുള്ള പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ റീസെന്റ് നമ്മൾ AI യുഗമായതുകൊണ്ട് തന്നെ AI നമുക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതില് ഒരുപാട് ആളുകൾക്ക് എന്ത് AI സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും, ഇപ്പൊ നമ്മുടെ ഫേസ്ബുക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറൌണ്ട് 30,000 ഫോളോവേഴ്സ് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഫേസ്ബുക്ക് എന്ന കമ്മ്യൂണിറ്റിയിലൂടെ ഒരുപാട് ആളുകൾക്ക് AI സ്കില്ല് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇൻഡിവിജ്വലി ഇൻസ്റ്റാഗ്രാം നോക്കുകയാണെങ്കിലും അതിലും ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾക്ക് ഫ്രീ ആയിട്ടും നമ്മുടെ കൺസൾട്ടിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിവേ, ഇവിടെ ജോയിൻ ചെയ്തിട്ട് എല്ലാവർക്കും എന്ത് ചെയ്യാണ്, ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഒരു AI ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു മണി മേക്കിംഗ് സ്കിൽ പഠിക്കാം എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ അഡ്വാൻസ് ലെവലിൽ എങ്ങനെ ഒരു പോസ്റ്റ് ഡിസൈൻ ചെയ്യാം എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, എങ്ങനെ ഒരു വെബ്സൈറ്റ് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. AI ഉപയോഗിച്ചിട്ട് എനിക്ക് എങ്ങനെ ഒരു പ്രീമിയം ലെവലിൽ ഒരു വെബ്സൈറ്റ് എങ്ങനെ ബിൽഡ് ചെയ്യാം, ഇതിലൂടെ എനിക്ക് എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാം, ഇതാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. ആർ റെഡി ടു സ്റ്റാർട്ട്? നിങ്ങൾ റെഡിയാണോ? റെഡി ആണെങ്കിൽ നിങ്ങളെ കമന്റ് ബോക്സുകൾ എന്ത് ചെയ്യണം, റിയാക്ഷൻസ് കൊണ്ട് റിയാക്ഷൻസ് അറിയേണ്ടതുണ്ട്. കമന്റ് ബോക്സിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ചാറ്റ് ചെയ്യാം. മാക്സിമം ഇന്ററാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരു ആവേശം ഉണ്ടാവുള്ളൂ. ആർ റെഡി? എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. യെസ്, അമീർ റെഡിയാണ്. അപ്പൊ എല്ലാവരും റെഡി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, റെഡി ആർ എന്ന് കമന്റ് ചെയ്യാം. യെസ്, താങ്ക് യു താങ്ക് യു. സമീർ, യെസ്. അപ്പൊ കോർഡിനേറ്റർ നമ്മളെ ഗ്രൂപ്പിൽ ഒന്നും കൂടി മെസ്സേജ് ഇടുക, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റെക്കോർഡിംഗ് ചെയ്യുന്ന ആളുകൾ അത് നോട്ട് ചെയ്യാം. നമുക്ക് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇത് റെക്കോർഡിംഗ് അവൈലബിൾ ആവില്ല കേട്ടോ. ഇവിടെ ലൈവായിട്ട് കയറിയ ആളുകൾക്ക് മാത്രമേ റെക്കോർഡിംഗ് ഉണ്ടാവുള്ളൂ. ഓക്കെ, യെസ് യെസ്. അപ്പൊ ഇത്ര പേര് റെഡി ആയിട്ടുള്ളൂ. വളരെ കുറച്ച് പേര് റിയാക്ഷൻസ് മാർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങളെ വർക്ക് ചെയ്യുന്ന മേഖലകൾ ഏതൊക്കെ ഒന്നൊന്ന് ചാറ്റ് ബോക്സിൽ ഇടാവും. ബിസിനസ് ചെയ്യുന്നവരുണ്ടാവും, അധ്യാപകരുണ്ടാവും, വീട്ടമ്മമാരുണ്ടാവും, വിദ്യാർത്ഥികളുണ്ടാവും. എന്ത് ബിസിനസ് ആണ്, എന്ത് ബിസിനസ് ചെയ്യുന്നു, ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ചാറ്റ് ചെയ്യാൻ പറ്റുമോ? യെസ്, ഡിസൈനർ ഷമീം, യെസ് ഡിസൈനർ ആണ്. വേറെ ആരൊക്കെയാണ്? യെസ്, അബ്ദുള്ള ടി, വെബ് ഡെവലപ്പർ ആണ്. യാ, ഓക്കെ. യെസ്, ഗുഡ് ഈവനിങ് ആൽബിൻ. യെസ്, ആൽബിൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ആ കുറച്ച് പേരെല്ലാം കമന്റ് ചെയ്തിട്ടുള്ളൂ. സെയിൽസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. യെസ്, നിങ്ങളുടെ മേഖലയൊക്കെ എനിക്ക് അറിയണം. എന്നാൽ അതിനനുസരിച്ചുള്ള രീതിയിലൊക്കെ എനിക്ക് എന്ത് ചെയ്യാണ്, ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് അതിനനുസരിച്ച് മെന്ററിങ് നൽകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നുണ്ട് സുനിൽ കുമാർ. യെസ്, ഗ്രേറ്റ്. ഓക്കെ, യെസ്, കണ്ടക്ടർ ആണ്. യെസ്, ബിനോജ്. യെസ്, അനീഷ മാഡം, ഗ്രേറ്റ്, ഹൗസ് വൈഫ് ആണ്. ഇത്രേ ഉള്ളൂ. ഗ്രാഫിക് ഡിസൈനിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആള് ആരെങ്കിലും ഉണ്ടോ? ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ് ആദിത്യൻ. ഓക്കെ ഓക്കെ. എഞ്ചിനീയറിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? എഞ്ചിനീയറിംഗ് മേഖലയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഉണ്ട്. എത്ര ഹൗസ് വൈഫ് ഉണ്ട് ഇവിടെ? വീട്ടമ്മമാർ എത്ര ഉണ്ട്? ലെറ്റ് മീ നോ ദാറ്റ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ഹബ്സിൻ ഷിഹാബ്, താങ്ക് യു മാഡം. ഒരാളുള്ളൂ, ഒറ്റ ആളുള്ളൂ, ഒരാൾ മാത്രമാണ്. അമീറ കെ പി. ഓക്കെ, പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങൾ ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ലാപ്പൊക്കെ എന്ത് ചെയ്യുക, ഓണാക്കി വെക്കുക. ഫോണാണെന്നുണ്ടെങ്കിൽ ഫോൺ, സ്മാർട്ട് ഫോണൊക്കെ റെഡിയാക്കി വെക്കുക. ഹോം ട്യൂഷൻ എടുക്കുന്നുണ്ട് സമീറ ബാനു മാഡം. താങ്ക് യു മാഡം.
നിങ്ങളെ റിയാക്ഷൻസ് കിട്ടുമ്പോഴാണ് കേട്ടോ നമുക്കൊരു എനർജിയും കാര്യങ്ങളൊക്കെ വരട്ടെ. ക്ലാസ് എടുക്കുന്ന ആളുകൾക്ക് എനർജി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിയാക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ഓക്കെ. അപ്പോ നമുക്കിപ്പോ അറൗണ്ട് 40 പേര് പങ്കെടുക്കുമെന്ന് പറഞ്ഞാണ്, അറ്റൻഡൻസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 30 പേരെ ആയിട്ടുള്ളൂ. സോ ഡിസപ്പോയിന്റഡ് ആണ് കേട്ടോ. എല്ലാവരും തിരക്കിലാണെന്ന് അറിയാം. കുറച്ച് സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട കുറച്ച് സമയം എന്ത് ചെയ്യാം, നിങ്ങളുടെ ഒരു സ്കില്ല് പഠിക്കാൻ വേണ്ടി ഡെയിലി നിങ്ങൾ മാറ്റി വെക്കുക. ഈ ക്ലാസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ. കാരണം അത്രയും ഫാസ്റ്റാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി എയുടെ കാലഘട്ടമാണ് അല്ലെ. ഇന്ന് എന്തും നമുക്ക് എ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം അതിന്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത്. ഓക്കെ. ഇപ്പൊ ഇൻ കേസ് അപ്പൊ എന്റെ അക്കാഡമിയിലും എന്റെ കമ്പനിയിലൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ ഇമെയിൽ റൈറ്റിംഗ് ആയാലും, സോഷ്യൽ മീഡിയ കണ്ടന്റ് റൈറ്റിംഗ് ആയാലും, വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ആയാലും, പോസ്റ്റ് ഡിസൈനിങ് ആയാലും, ഇതൊക്കെ എ വെച്ചിട്ട് പെട്ടെന്ന് 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 ചെയ്യാൻ പറ്റും. ഇവൻ നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ പെട്ടെന്ന് എ ടൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ പരിഹരിക്കുന്ന ലെവലിൽ എത്തി എന്നുള്ളതാണ്. പണ്ട് കാലത്തൊക്കെ അറിയാം, ടൈപ്പിംഗ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ ടൈപ്പിങ്ങിന്റെ പ്രാധാന്യമൊക്കെ കുറഞ്ഞു കൊടുക്കുക. നമ്മൾ പറഞ്ഞാൽ തന്നെ ടൈപ്പ് ചെയ്ത് എ നമുക്ക് തരും. ആ ലെവലിലൊക്കെ എന്ത് വോയിസ് റെക്കഗ്നീഷൻസ് അടിപൊളിയാകുന്നുണ്ട്. നമ്മളില്ലെങ്കിൽ കൂടി നമ്മൾ അവതാറുകൾ നമുക്ക് വേണ്ടി ഇതുപോലെ വീഡിയോസ് എടുക്കാൻ വേണ്ടി വരുന്നൊരു കാലഘട്ടം ആണിപ്പോ അല്ലെ. ഇതൊന്നും വിദൂരല്ല, ഇപ്പം പ്രസന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് നാളെ നമ്മളെ കമ്പനിക്ക് ഒരു വെബ്സൈറ്റ് വേണം. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സർവീസ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. കമ്പനിക്ക് ഒരു വെബ്സൈറ്റ് വേണം. ഒരു ഡെവലപ്പർ നമ്മൾ അന്വേഷിച്ചെടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ശരിക്കും നമുക്ക് ഈ സ്കിൽ അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ഒരു വെബ്സൈറ്റ് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അത്രയും ഫാസ്റ്റാണ് ലോകം പോകുന്നത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ട്. ആ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് സ്കിൽ പഠിക്കാൻ പറ്റുന്ന ഒരു അവസരം ഇന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. എനിവേ, ആർ യു റെഡി? യെസ്. സജ മാഡം, ആദിൽ മാഡം, ആദിൽ, സുനോജ്, ബിനോജ്, എല്ലാം റെഡി ആണോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. യെസ്. ലെറ്റ് മീ, ഞാനൊന്ന് എന്റെ സ്ക്രീൻ ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും സൗണ്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം കേട്ടോ. നെറ്റ്വർക്ക് ആണ്, നല്ല മഴയുള്ള സമയമാണ്, നെറ്റ്വർക്കിനും പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ. എനിവേ നമ്മള് സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? റെഡി? റെഡി ആണ് എല്ലാവരും? ഹാൻഡ്സപ്പ് ഒന്നും ഒരു ഹാൻഡ്സപ്പ് വരുമോ? ക്ലാപ്പ് ആണെങ്കിൽ ക്ലാപ്പ്. ഷാലമീദ്, താങ്ക് യു, താങ്ക് യു. ഷമീം, യെസ് യെസ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച്. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നും, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്തു, ചാറ്റ് ജി പി ടി യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു അടിപൊളി പോസ്റ്റർ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. പിൻട്രസ്റ്റ് ഉപയോഗിച്ചിട്ടൊക്കെ പഠിച്ചു. ഇന്ന് നമ്മള് ഇപ്പൊ നിങ്ങൾ ഇതിൽ ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞു, വിദ്യാർത്ഥി ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, അതുപോലെ ടീച്ചർമാരുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഇപ്പൊ ഏതൊരു സ്ഥാപനത്തിനും നിങ്ങളിപ്പോ ഈവൻ ടീച്ചർ ആയിക്കോട്ടെ, ഒരു പേഴ്സണൽ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ ആരാണ്, എന്താണ് എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ, ഒരു വെബ്സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്താണ്, ആരെയും നിങ്ങളെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണ്ട് കാലങ്ങൾ റെസ്യൂം അല്ലെ, ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള റെസ്യൂം ബിൽഡ് ചെയ്യും. റെസ്യൂമാണ്. അതിന് പകരം കുറച്ച് അഡ്വാൻസ് ലെവലിൽ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് വേണ്ടി ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് നമ്മളെ കുറിച്ച് ആളുകൾ നോക്കുമ്പോൾ ഒരു വെബ്സൈറ്റ്, ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു, അതിൽ നമ്മൾ ഡീറ്റെയിൽസ് മൊത്തം ഉണ്ടാകുന്നു. അതിനാണ് പോർട്ട്ഫോളിയോ എന്നൊക്കെ പറയാം. ഓക്കെ. അപ്പൊ അതുപോലെ പോർട്ട്ഫോളിയോ ഒക്കെ നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് എഐയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ ഒന്ന് ചാറ്റ് ജി പി ടി ആണ്, രണ്ട് ജെമിനി ആണ്, ഒന്ന് ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ എന്ന് പറയും. 3 ടൂളുകളാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഫ്രീ ആയി, ഇങ്ങനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ആരും നിങ്ങൾക്ക് പറഞ്ഞു തരൂല സത്യം പറഞ്ഞാൽ. ഓക്കെ. കാരണം നമ്മൾ പ്രീമിയം കോഴ്സിൽ മാത്രം കൊണ്ട് ചില സീക്രട്ടുകളാണ് നിങ്ങൾ ഇന്ന് ഇവിടെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യണേ കിട്ടാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാവരും റെഡി ആണോ? നിങ്ങൾ എല്ലാവരും സ്മാർട്ട് ഫോൺ ആണെങ്കിൽ സ്മാർട്ട് ഫോൺ, ലാപ്പ് ആണെങ്കിൽ ലാപ്പ് നിങ്ങളെ കയ്യിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചാറ്റ് ജി പി ടി എന്ന് ടൈപ്പ് ചെയ്യാം. ചാറ്റ് ജി പി ടി നിങ്ങൾ എല്ലാവരും കയ്യിലുണ്ടാവും. അതറിയാത്ത ആരും ഉണ്ടാവില്ല. കാര്യം ചാറ്റ് ജി പി ടി ഇൻസ്റ്റാൾ ചെയ്യാത്ത ഫോണിലില്ലാത്ത ആരും ഉണ്ടോന്ന് ഉണ്ടാൻ പാടില്ല. ഓക്കെ. എസ്പെഷ്യലി നമ്മൾ ഈ പ്രോഗ്രാമിനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ മിനിമം ചാറ്റ് ജി പി ടി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഓക്കെ. ഓക്കെ. യെസ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗൂഗിളിൽ നിങ്ങൾക്ക് കയറുക, ചാറ്റ് ജി പി ടി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് ജി പി ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ വെബ്സൈറ്റിലോട്ട് പോകാൻ പറ്റും. ഗെറ്റ് സ്റ്റാർട്ടഡ് കണ്ടോ, മൂന്നാമത്തെ വെബ്സൈറ്റ് കേട്ടോ. അറിയാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം, ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഇത് പോയി കഴിഞ്ഞാൽ ചാറ്റ് ജി പി ടിയിൽ നിങ്ങൾ എത്തുന്നുണ്ടാവും.
യെസ്. ഇതെന്തിനാ ഓൺ ആക്കിയെന്ന് അറിയാം? കാര്യമുണ്ട്. ചാറ്റ് ജി പി ടി എന്ന ടൂളാണ് നമ്മൾ ഒന്ന് ഉപയോഗിക്കുക. രണ്ടാമത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ടൂളാണ് ജെമിനി ട്ടോ. ജെമിനി നമുക്ക് ഫോണിൽ എല്ലാവരും ഫോണിലും ഉണ്ടാവും. ഇല്ലെങ്കിൽ മൊബൈൽ ഫോണാണെങ്കിൽ പ്ലേ സ്റ്റോറും ജെമിനിയും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ചാറ്റ് ജി പി ടി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ജെമിനി നമുക്ക് ഗൂഗിളിന്റെ ക്രോമിൽ കയറിയിട്ട് ജെമിനി എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പൊ ആദ്യം വരുന്ന വെബ്സൈറ്റ് തന്നെയാണ് ജെമിനി. നിങ്ങൾ മെയിൽ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജെമിനി വേഴ്സസ് ചാറ്റ് ജി പി ടി ദ ബെസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. യൂസ് കേസിനനുസരിച്ചാണ്. നിങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുണ്ടാവും. ഓക്കെ, നിങ്ങൾ യൂസ് ഏറ്റവും കൂടുതൽ പ്രോപ്പർ ആയിട്ട് നടത്തി ചിലപ്പോൾ ചാറ്റ് ജി പി ടിയിലായിരിക്കും. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുമ്പോൾ എന്റെ റെക്കമെൻഡേഷൻ ചാറ്റ് ജി പി ടി ആണ്. ഒരു റൈറ്റിംഗിലൊക്കെ സ്കില്ല് കൂടുതലായിട്ട് ചാറ്റ് ജി പി ടി ആണ് നന്നായിട്ട് വരുന്നത്. ജെമിനി ബിൽഡിങ്ങിലും കാര്യങ്ങളിലും ആപ്പ് ബിൽഡ് ചെയ്യാനൊക്കെ ജെമിനിയാണ് പറ്റും. ഓക്കെ, ബേസ്ഡ് ഓൺ അവർ യൂസ് കേസ് ആണ് നമുക്ക് പറയാം. ഓക്കെ, യെസ്. അപ്പൊ ഇന്ന് നമ്മൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പോകണം. എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ചാറ്റ് ജി പി ടി ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തു, ജെമിനിയും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടി നമുക്ക് ഒരു ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ എന്നുള്ള ഒരു ടൂൾ ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ചില ആളുകൾ ആദ്യമായിട്ട് കേൾക്കായിരിക്കും, ചില ആൾക്ക് ഓൾറെഡി അറിയാം. വിദ്യാർത്ഥികളൊക്കെ ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ എ ഐ വീഡിയോസ് കാണുന്ന ആളുകളാണ് ഇത് അറിയുന്നതാണ് ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ. കണ്ടോ, ബിൽഡ് വിത്ത് ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ എന്നുണ്ട്. ഓക്കെ, അതൊന്ന് ക്ലിക്ക് ചെയ്തു. ഗൂഗിളിൽ അടിക്കും, ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ അടിക്കാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ എ ഐ സ്റ്റുഡിയോന്റെ വെബ്സൈറ്റിലോട്ട് എത്തും. ഓക്കെ, എത്ര റെഡി ആണോ? നിങ്ങൾ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത്. അപ്പൊ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചാറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. അപ്പൊ 3 ടൂളുകളാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഗൂഗിൾ എ സ്റ്റുഡിയോന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യാം. ഗൂഗിൾ എ സ്റ്റുഡിയോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് ഗൂഗിൾ എ സ്റ്റുഡിയോ കേട്ടോ. അതിലെനിക്ക് ആപ്പ് ഡെവലപ്പ് ചെയ്യാനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ എ സ്റ്റുഡിയോ. ഗൂഗിളിന്റെ തന്നെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഓപ്പൺ ചെയ്തോ? നിങ്ങൾ റെഡി ആണോ? നമ്മൾ എന്താണ് ഇതിന് ബിൽഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ലെറ്റ് മീ ഞാൻ ഇവിടെ നിങ്ങൾക്ക് swiggy.com സ്വിഗ്ഗി അറിയാത്ത ആരെയുണ്ട് ഇവിടെ? നമ്മൾ ഓൺലൈനിൽ ഫുഡ് ഡെലിവറി ആപ്പാണ് അല്ലെ. പല റെസ്റ്റോറൻ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല റെസ്റ്റോറൻറ്റിന്റെ ഫുഡ് ഐറ്റംസ് ഒക്കെ സ്വിഗ്ഗിയിൽ കയറി ഓർഡർ ചെയ്യാൻ പറ്റും അല്ലെ. സ്വിഗ്ഗി അറിയാത്ത ആരും ഇല്ലല്ലോ. സ്വിഗ്ഗി എന്നൊക്കെ ഫുഡ് വൺസ് ഒരു പ്രാവശ്യമെങ്കിലും ഫുഡ് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് കഴിച്ച ആളുകൾക്കൊക്കെ സ്വിഗ്ഗി അറിയാൻ മതിയാവും. അതിന്റെ പരസ്യങ്ങളൊക്കെ നിരന്തരം നമ്മുടെ ഫോണിൽ വരാം. എസ്പെഷ്യലി ടൗൺ എറണാകുളം, കാലിക്കറ്റ് ഒക്കെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ സ്ഥിരമായിട്ട് സ്വിഗ്ഗി യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും. ഓക്കെ, നമ്മളെ മലപ്പുറം പ്രദേശത്തൊക്കെ വരികയാണെങ്കിൽ കുറവായിരിക്കും എന്നുള്ളതാണ്. എസ്പെഷ്യലി ടൗണുകളിലൊക്കെ സ്ഥിര ആളുകൾ ഓർഡർ ചെയ്യുന്ന, പ്രൊഫഷണൽസ് ഒക്കെ ഓർഡർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വിഗ്ഗി. ഇതുപോലത്തെ ഒരു വെബ്സൈറ്റ് എങ്ങനെ ബിൽഡ് ചെയ്യാം പഠിച്ചാലോ? ആർ യു റെഡി? ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഹൗസ് വൈഫൊക്കെ ഇവിടെ ഉണ്ടല്ലേ. ഒരു വീട്ടമ്മക്ക് ഒരു എഞ്ചിനീയർ ആകാതെ കോളേജിൽ പോകാതെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തരും. റെഡിയാണോ? ഒരു സ്വിഗ്ഗി പോലെയുള്ള വെബ്സൈറ്റ് നിങ്ങൾക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ്. ഈവൻ ഫസ്റ്റ് ഈ കാണുന്ന പേജെങ്കിലും എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഒരു സ്ഥാപനം റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടില് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും അല്ലെ. സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്സ് ഉണ്ടാവും, ക്ലിനിക്കുകൾ ഉണ്ടാവും. അവർക്കൊക്കെ വെബ്സൈറ്റ് ആവശ്യമാണ് അല്ലെ. മിനിമം ആളുകൾ നമ്മുടെ നാട്ടിലാണെങ്കിലും ഒരു വെബ്സൈറ്റ് ആവശ്യമാണ്. ആ വെബ്സൈറ്റ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്താൽ തന്നെ മിനിമം ഏറ്റവും നിങ്ങൾക്ക് മിനിമം 5000, 6000, 10000 റുപ്യ മേടിക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് വെബ്സൈറ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ഇന്ന് AI യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാം. യു ഡോണ്ട് ഹാവ് ടു ഒരു എഞ്ചിനീയർ ആവേണ്ട ആവശ്യമില്ലെന്ന്. ഓക്കെ, ആർ യു റെഡി? ഇങ്ങനെ വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? അതെങ്ങനെ ഉണ്ടാക്കാം, AI ഉപയോഗിച്ച് എങ്ങനെ ഉണ്ടാക്കാം ഇങ്ങനെ ഒരു വെബ്സൈറ്റ്? ഇത്രയും കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ട് അല്ലേ. ഇതിന്റെ ഫസ്റ്റ് ഫ്രണ്ട് പേജെങ്കിലും നമുക്ക് സ്റ്റാറ്റിക് വെബ്സൈറ്റെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ അറ്റ്ലീസ്റ്റ് അറിയണം. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട വിഷയമാണ്. പക്ഷെ ബേസിക് ആയിട്ട് ഒരു നമുക്കൊരു സ്ഥാപനം ഉണ്ട്, അതിനെ കുറിച്ച് ആളുകളൊന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റണം. യെസ്, ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതിന് ഫ്രണ്ട് എൻഡ് നമുക്ക് ബിൽഡ് ചെയ്യാം, ബാക്ക് എൻഡ് AI ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്, നമ്മൾ ഇതിന്റെ ഫ്രണ്ട് എൻഡ്, അത് ഈ കാണുന്ന പോർഷൻസ് എങ്ങനെ ബിൽഡ് ചെയ്യാന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഡീപ് സീക്ക് യൂസ് ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പൊ വീട്ടിലിരിക്കുന്ന ഹൗസ് വൈഫ് അല്ലെ, വീട്ടമ്മമാരൊക്കെ ഉണ്ട്, അവരെല്ലാവരും ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് വേണ്ട ഏത് വെബ്സൈറ്റ് ആണെങ്കിൽ ബിൽഡ് ചെയ്യേണ്ടത് അതിനെ
ഇപ്പൊ ഞാനൊരു സ്വിഗ്ഗിയാണ് എക്സാമ്പിൾ എടുത്തിട്ടുള്ളത്. ഇപ്പൊ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തുണ്ടാവും, വേറൊരു വെബ്സൈറ്റ് ഞാൻ ഇവിടെ ഫർസ ഹോട്ടൽ, നമ്മുടെ നാട്ടിൽ മഞ്ചേരിയൊക്കെ ഉണ്ട്. ഞാൻ മഞ്ചേരിയാണ്, കാവനൂരാണ് എൻ്റെ വീട് കേട്ടോ, മലപ്പുറം ജില്ലയിൽ. ഫർസ ഹോട്ടലിന് വേണ്ടിയിട്ട് ഞാനൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് പറയാം നിങ്ങളെ നാട്ടിലുള്ള ഹോട്ടൽസിനൊക്കെ. ഇപ്പൊ ഞാൻ ഫർസ ഹോട്ടലിന്റെ എന്ത് ചെയ്തു, വെബ്സൈറ്റിൽ കയറി അവരുടെ എന്ത് ചെയ്യാണ് ഡിസൈൻ ഞാൻ അങ്ങ് കോപ്പി അടിക്കാൻ പോവാണ്. ഓക്കെ. അപ്പോൾ ഗൂഗിളിൽ ഇപ്പൊ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഇപ്പൊ ഫർസ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ എന്ത് ചെയ്യും, ഫർസ ഹോട്ടലിന്റെ വെബ്സൈറ്റ് ഒക്കെ അങ്ങ് കിട്ടും. ഞാൻ എന്ത് ചെയ്തു, ഫർസ റെസ്റ്റോറന്റ് എന്ന് അടിച്ചു. ഇപ്പൊ അവരുടെ വെബ്സൈറ്റ് ഇവിടെ ഉണ്ട്, വെബ്സൈറ്റിന്റെ അഡ്രസ്സും കാര്യങ്ങളുണ്ട്. www.farsaGroup.com എന്നുള്ള വെബ്സൈറ്റ് കാണാൻ പറ്റും. ഞാൻ അതിന് എന്ത് ചെയ്തു, ക്ലിക്ക് ചെയ്തു. അപ്പൊ ഇതിന്റെ ഹെഡറിൽ, ഇതിന്റെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ URL കാണാം, ഒരു വെബ്സൈറ്റിന്റെ അഡ്രസ്സ്. ഈ www.http എന്ന് പറഞ്ഞ അഡ്രസ്സ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ കാണുന്നുണ്ട്, ഞാൻ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഈ ബ്ലൂവിൽ കാണുന്നു, ഇതൊന്ന് നിങ്ങൾ കോപ്പി ചെയ്യാം. ലാപ്പിലാണെങ്കിൽ Ctrl+C അടിക്കുക, അല്ലെങ്കിൽ മൗസിന്റെ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ കോപ്പി ചെയ്യാം. ചെയ്തോ? നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്യണം കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. ഫോൺ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഫോണിൽ തന്നെ ഉണ്ടാവും, മുകളിൽ വെബ്സൈറ്റ് അഡ്രസ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ കോപ്പി ചെയ്യാം. ഇതാരൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ വെറുതെ പറയണം, നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടോ? പ്രാക്ടിക്കലി നിങ്ങൾക്ക് കാണിച്ചു തരാണ് എങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാന്നുള്ള AI ഉപയോഗിച്ചിട്ട്. ഓക്കെ, ആരെങ്കിലും ചെയ്തു നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യെസ്. സമീർ യെസ് ചെയ്യുന്നുണ്ട്, അബ്ദുള്ള ടി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതങ്ങ് നിങ്ങൾ എന്ത് കോപ്പി എടുക്കാൻ പോവാണ്. ഇതങ്ങ് ഞാൻ എന്ത് ചെയ്തു, Ctrl+C അടിച്ച് കോപ്പി അടിച്ചു അല്ലെ. ഇതിന്റെ വെബ്സൈറ്റ് അഡ്രസ് ഞാൻ കോപ്പി അടിച്ചു. യെസ്, ഷാവുൽ സർ പറഞ്ഞോളൂ. യെസ്, വെബ്സൈറ്റിന്റെ URL, വെബ്സൈറ്റ് അഡ്രസ് കോപ്പി ചെയ്യാനാണ് പറഞ്ഞത്. ഇതിനിപ്പോ നോമിനൊക്കെ വേണ്ട, അതിനെന്താ ചെയ്യാ? ഒരു പുതിയ കമ്പനി കേസ് കേൾക്കുന്നില്ല. ഒരു പിന്നെ URL ഇത് വേണം, എന്താണ് വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോഴേ www. ഉണ്ടല്ലോ, ഇതൊക്കെ വേണ്ടേ? https://www.farsa.com എന്ന് ഈ കാണുന്നുണ്ടല്ലോ, മുകളിൽ കാണുന്നത്, ഇതാണ് കോപ്പി ചെയ്യേണ്ടത്. ഇതൊരു പഴയ കമ്പനിയുടേതാണ്, അവരുടെ വെബ്സൈറ്റിൽ നിന്നാണ്. ഏതായാലും മതി, ഏത് വെബ്സൈറ്റ് അഡ്രസ് ആയാലും മതി. ഓക്കെ, ഈ പുതിയ ഉണ്ടാക്കുന്ന കമ്പനിക്ക് ഇങ്ങനെ പേര് കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. പുതിയ ഉണ്ടാക്കുന്ന കമ്പനിക്കും അത് പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അത് എങ്ങനെ എടുക്കാന്നുള്ളത് പിന്നെ പറയാം. ഓക്കെ, ഇപ്പൊ നമ്മള് ഇതൊരു ഒരു നിലവിലുള്ള വെബ്സൈറ്റ്, ഇപ്പൊ നമുക്കിപ്പോ ഫർസ മാത്രമല്ലല്ലോ, ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്, അവർക്ക് നമുക്ക് ഈ മോഡലിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. പേര് മാറ്റിയ പോരെ? അതെ, അവരുടെ പേരിൽ ഉണ്ടാക്കി കൊടുക്കാം. അതൊക്കെ ഹോസ്റ്റ് ചെയ്യുമ്പോഴുള്ള കാര്യം, അത് കുറച്ചും കൂടി അടുത്ത ലെവലിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ മോഡൽ, ഇപ്പൊ നമുക്ക് പറയാം, ഈ വെബ്സൈറ്റ് നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ രൂപത്തിൽ നമുക്ക് നമ്മുടെ റെസ്റ്റോറന്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റ് ഉണ്ടാക്കി തരാം. അപ്പൊ ഇത് ഫർസാക്കാണ്. ഇപ്പൊ എന്റെ നാട്ടിൽ വേറെ ഹോട്ടലുണ്ട്, ക്ലൗഡ് കിച്ചൺ എന്നാണ് അതിന്റെ പേര്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരാണെങ്കിൽ മന്തി റെസ്റ്റോറന്റ്. അപ്പൊ മന്തി റെസ്റ്റോറന്റിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു വെബ്സൈറ്റ് ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറയാണ്. നിങ്ങൾക്ക് ഇതിന്റെ ഒരു കൺസെപ്റ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും ബിൽഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ URL ഇപ്പൊ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് അഡ്രസ് ആണെങ്കിൽ ആ അഡ്രസ്സിലായിരിക്കും വരിക. ഓക്കെ, അപ്പൊ അതെങ്ങനെ ചെയ്യാന്നുള്ളത്, അത് ഹോസ്റ്റിങ്ങും ഡൊമൈൻ പർച്ചേസിംഗും ഒക്കെ വേറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു മോഡൽ കാണിച്ചു തരാണ് ചെയ്യുന്നത്. നമുക്ക് കോപ്പി ചെയ്തു, എന്നിട്ട് ChatGPT പോവാം. നെക്സ്റ്റ് ChatGPT പോവാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ChatGPT കോപ്പി പേസ്റ്റ് അടിക്കുന്നു. സാറിന് മനസ്സിലായല്ലോ പറഞ്ഞല്ലേ, നമ്മൾ ഈ മോഡൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഇത് ഇത്ര രൂപത്തിലുള്ള വെബ്സൈറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, അതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റ് ഉണ്ടാക്കാം. നിങ്ങൾ സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന വെബ്സൈറ്റിന് എല്ലാം ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ChatGPT പറയാണ്. ഓക്കെ, 1 മിനിറ്റ്. ഇതുപോലത്തെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാനുള്ള പ്രോംപ്റ്റ് എനിക്ക് വേണം. എന്താ പറയുന്നത്? ഐ നീഡ് ആൻ എക്സാക്ട് പ്രോംപ്റ്റ് ടു മേക്ക് ദിസ് ടൈപ്പ് ഓഫ് വെബ്സൈറ്റ് എന്ന് ChatGPT പറയാണ്. നമ്മുടെ എന്ത് ചെയ്തു, Ctrl+V അടിച്ചു, എൻ്റർ അടിച്ചു. എന്നിട്ട് ഞാൻ പറയാണ് ഐ നീഡ് ആൻ എക്സാക്ട് പ്രോംപ്റ്റ് എന്നാണ് കേട്ടോ പറയാം. പ്രോംപ്റ്റ് ടു മേക്ക് ദിസ് വെബ്സൈറ്റ്.
കാണുന്നില്ല, സ്ക്രീൻ കാണുന്നില്ലേ? താഴെ കണ്ടോ? നിങ്ങൾ താഴെ കാണുന്നുണ്ട്. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഇതുപോലത്തെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാനുള്ള പ്രോംപ്റ്റ് എനിക്ക് വേണം എന്നാണ് ചാറ്റ് ജി പി ടിനോട് പറയുന്നത്. ഓക്കെ, മലയാളത്തിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ, മൈക്ക് ഓൺ ആക്കിയിട്ട് പറയാം, ടൈപ്പ് ചെയ്തിട്ട് പറയാം. വെബ്സൈറ്റിന്റെ അഡ്രസ്സ് കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്ത് ചാറ്റ് ജി പി ടി ഇട്ട് കൊടുത്തു. എന്നിട്ട് പറയാണ് ഇതുപോലത്തെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാനുള്ള ഐ നീഡ് എൻ എക്സാക്ട് പ്രോംപ്റ്റ് ടു മേക്ക് ദിസ് വെബ്സൈറ്റ്, അല്ലെങ്കിൽ ദിസ് ടൈപ്പ് ഓഫ് വെബ്സൈറ്റ് എന്ന് കൊടുക്കുന്നു. എന്നിട്ട് എൻ്റർ അടിക്കുന്നു. അപ്പൊ നമുക്ക് ചാറ്റ് ജി പി ടി എന്ത് തരും? ഈ വെബ്സൈറ്റ് ഉണ്ടാക്കാനുള്ള പ്രോംപ്റ്റ് നമുക്ക് ജനറേറ്റ് ചെയ്തു. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ എന്താ പ്രോംപ്റ്റ് എന്ന്? പ്രോംപ്റ്റ് പറഞ്ഞാൽ നമ്മൾ എ ഐ ടൂളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈ ഭാഷ ഉണ്ടല്ലോ, നമ്മൾ അങ്ങോട്ട് പറയും, സംസാരിക്കും, നമ്മൾ ടൈപ്പ് ചെയ്യുന്നതാണ്. ഇതിനാണ് പ്രോംപ്റ്റിംഗ് എന്ന് പറയാം. ഓക്കെ, അത് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് ചാറ്റ് ജി പി ടി നമുക്ക് വേണ്ടി പ്രോംപ്റ്റ് തയ്യാറാക്കി തരും. നോക്കാം നമുക്ക്. ഇതിന്റെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? യെസ്, ഞാൻ എന്ത് ചെയ്യുന്നു? ഇതാണ് വരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ആരൊക്കെ ചെയ്തു? നിങ്ങൾ വേറെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് എടുക്കാം. നിങ്ങൾക്ക് നാട്ടിൽ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് അഡ്രസ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. യെസ്, അപ്പൊ നിങ്ങൾക്ക് പ്രോംപ്റ്റ് ജനറേറ്റ് ആയിട്ട് തരും. അപ്പൊ ഇവിടെ കണ്ടോ, ഈ ഫർസ എന്നുള്ള ഹോട്ടലിന്റെ വെബ്സൈറ്റ് ഉണ്ടാക്കാനുള്ള പ്രോംപ്റ്റ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ചാറ്റ് ജി പി ടി തന്നിട്ടുണ്ട്. ഇവിടെ ക്രിയേറ്റ് ആൻഡ് വേൾഡ് ക്ലാസ് പ്രീമിയം കോർപ്പറേറ്റ് റിയൽ എസ്റ്റേറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനി വെബ്സൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ട് മാസ്റ്റർ പ്രോംപ്റ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പ്രോംപ്റ്റ് നമുക്ക് തന്നു. ഈ പ്രോംപ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ ഈ പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്ക് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ കണ്ടോ, ഇവിടെ ഒരു കോപ്പിന്റെ ചിഹ്നം ഉണ്ട്, കോപ്പി എന്നുള്ള ചിഹ്നം ഉണ്ട്. ഓക്കെ, റൈറ്റ് സൈഡിൽ ഒരു കോപ്പി ചിഹ്നം ഉണ്ട്. ഈ പ്രോംപ്റ്റ് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. ഓക്കെ, റെഡി ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ആദ്യം ഏത് വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക്, ഏത് മോഡലാണോ ഡെവലപ്പ് ചെയ്യേണ്ട ആ വെബ്സൈറ്റിന്റെ URL നിങ്ങൾ എന്ത് ചെയ്യുക? കോപ്പി ചെയ്യുക, ചാറ്റ് ജി പി ടി കൊണ്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് എങ്ങനെ, ഇതിന്റെ പ്രോംപ്റ്റ് എങ്ങനെ ജനറേറ്റ് ചെയ്യാന്നുള്ളതാണ് പറഞ്ഞത്. പ്രോംപ്റ്റ് നമ്മൾ ജനറേറ്റ് ചെയ്തു. നമുക്ക് പ്രോംപ്റ്റിംഗ് ജനറേറ്റ് ചെയ്ത് തന്നു. ഈ പ്രോംപ്റ്റിൽ നമുക്ക് എന്തെല്ലാം മാറ്റം വരുത്തണം അതൊക്കെ മാറ്റം വരുത്താനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതേപോലെ നമുക്ക് ഇതിൽ നമുക്ക് വേണ്ട കണ്ടന്റ് ഇതിൽ ആഡ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പൊ ഇത് കോപ്പി ചെയ്തു. എന്നിട്ട് നമ്മൾ അടുത്ത് പോകുന്നത് ജെമിനിയിലാണ് പോകുന്നത്. ജെമിനി അല്ലെ? ജെമിനി ഇവിടെ ഉണ്ട്. ഓക്കെ, എന്നിട്ട് ജെമിനി, ഗൂഗിളിലെ ജെമിനി നിങ്ങൾ ഓപ്പൺ ചെയ്യണം. ഇതിൽ നിങ്ങൾക്ക് ഒരു പ്ലസ് ഐക്കൺ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, ക്യാൻവാസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. വാട്ട് ഈസ് ഇറ്റ്? ക്യാൻവാസ് ഫോണിൽ അവൈലബിൾ ആണ് കേട്ടോ. ക്യാൻവാസ് ഉണ്ട്. ഇവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ ചാറ്റ് ജി പി ടി ജനറേറ്റ് ചെയ്തിട്ടുള്ള പ്രോംപ്റ്റ് ഇവിടെ അങ്ങ് പേസ്റ്റ് ചെയ്യാം. ഹലോ, ഇത്രയും ക്ലിയർ ആയോ? യെസ്, സാർ ലാസ്റ്റ് പറഞ്ഞൂടെ പറയോ? ചാറ്റ് ജി പി ടിയിൽ പ്രോംപ്റ്റ് കോപ്പി ചെയ്തോ? അത് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്തോ? ചെയ്തു. അത് കോപ്പി ചെയ്തോ? യെസ്, ആ കോപ്പി ചെയ്ത പ്രോംപ്റ്റ് എന്ത് ജെമിനിയിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യണം. ജെമിനിയിൽ ഓപ്പൺ ചെയ്യുക. ജെമിനിയിൽ ക്യാൻവാസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ചാറ്റ് ജി പി ടിയിൽ തന്നെ ചെയ്യാൻ പറ്റും, പക്ഷെ അത് പ്രോ വെർഷൻകാർക്കേ പറ്റുള്ളൂ. ജെമിനി ആവുമ്പോൾ ഫ്രീ ആയിട്ടും ചെയ്യാൻ പറ്റും. അതാണ് ജെമിനി എടുത്തത്. ഓക്കെ, ജെമിനിയിൽ ക്യാൻവാസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ക്യാൻവാസ് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു? യെസ്, എന്നിട്ട് ഇവിടെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്ത് തരും? നമുക്ക് ഒരു വെബ്സൈറ്റ് ജെമിനി ബിൽഡ് ചെയ്ത് തരും. ലെറ്റ് സി എങ്ങനെ ഉണ്ട് നമുക്ക് നോക്കാം. ക്യാൻവാസ് എവിടെ വന്നത്? ഈ പ്ലസ് ഐക്കൺ അമർത്തി കഴിഞ്ഞാൽ ഇതാ താഴെ ക്രിയേറ്റ് മ്യൂസിക്കിന്റെ ഒക്കെ താഴെ ക്യാൻവാസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞാൽ ക്ലിയർ ആണോ? ഇവിടെ ജെമിനി നമുക്ക് വേണ്ടി വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് തുടങ്ങി. ഓക്കെ,
ഒരു ഡെവലപ്പർ നിങ്ങൾ 1000, 10,000, 20,000, 30,000 ഒക്കെ വെച്ചിട്ട് പണിയെടുക്കുന്ന ഒരു ഡെവലപ്പർ, ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറെ നിങ്ങൾ ഹയർ ചെയ്യുന്നതിന് തുല്യമാണ്. ആ പണി എന്ത് ചെയ്യാണ് ഇവിടെ ജെമിനി എടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഒരു കോഡിംഗ് നോളജും വേണ്ട. ഇവിടെ റിയാക്ട് എന്നുള്ള റിയാക്ട് എന്നുള്ള ലാംഗ്വേജിൽ എന്ത് ചെയ്യാണ് AI നമുക്ക് എന്ത് ചെയ്യാണ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബിൽഡ് ചെയ്യുന്ന നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മണിക്കൂറുകളോളം നമ്മൾ സമയം ചെലവഴിച്ചിട്ട് ഡെവലപ്പറൊക്കെ കോഡ് ചെയ്യുന്ന സാധനം ChatGPT അല്ലെങ്കിൽ ജെമിനി സ്വയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ബിൽഡ് ചെയ്യുന്ന നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. യെസ്, പ്രൊജക്ട് ഷോക്കേസ് കമ്പോണന്റ് ഓരോ കാര്യങ്ങൾ ഇവിടെ റെഡി ആക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. എന്നിട്ട് പിന്നെ അതിൽ എങ്ങനെ ചേഞ്ചസ് കൊണ്ടുവരണം ഞാൻ അതും പറഞ്ഞുതരാം. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഫോണുള്ള ആളുകൾക്കും ചെയ്യാട്ടോ. ഫോണാവുമ്പോൾ കുറച്ച് ചെറിയ ചെറിയ ബുദ്ധിമുട്ടൊക്കെ എളുപ്പമുണ്ടായിരിക്കും, ബട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹലോ, ഇസ് ഇറ്റ് യൂസ്ഫുൾ? ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് എത്ര പേർക്ക് അറിയാം? ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? പ്രോംപ്റ്റിംഗ് ആണ് ഇതിലൊക്കെ ഒരു കാര്യം. പ്രോംപ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, എന്ത് കൊടുക്കണം. ഇപ്പോൾ AI കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രോംപ്റ്റിംഗ്. ഇതിന് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നാ പറയാം. AI നമ്മൾ സംസാരിക്കുന്ന രീതിക്കാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയാം. അതിനാണ് ഇനി ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു കരിയർ മേഖല എന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഉള്ള ആളുകൾക്കാണ്. നന്നായിട്ട് പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, AI ടൂളുകൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, ലക്ഷങ്ങൾ സാലറി കിട്ടാൻ പറ്റുന്ന ഒരു ജോബാണ്. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾ സ്കിൽഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് വരുന്നത്. യെസ്, ഇവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാം. ഒരാൾ മൈമൂന, ഇത് യൂസ്ഫുൾ ആണോ, വർഷങ്ങളോളം നിലനിൽക്കുമോ വെബ്സൈറ്റ് എന്നാണ് ചോദിക്കുന്നത്. എന്താ ഉദ്ദേശം? വെബ്സൈറ്റ് നിലനിൽക്കുന്നതാണോ, ഈ സ്കില്ല് നിലനിൽക്കുന്നതാണോ, എന്താണ് ഉദ്ദേശം മനസ്സിലായില്ല. വെബ്സൈറ്റ് എല്ലാവർക്കും വേണ്ടല്ലേ? എത്ര വർഷമായാലും കമ്പനികൾക്ക് വെബ്സൈറ്റ് വേണം. ഓക്കെ, ഈ വെബ്സൈറ്റ് ഉണ്ടാക്കിയത് കുറെ കാലം നിൽക്കുമെന്നാണ് ചോദിച്ചത്. വെബ്സൈറ്റ് ഉണ്ടാക്കി കുറെ കാലം നിൽക്കും. അതിന്റെ ഡൊമൈനൊക്കെ പർച്ചേസ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, വെബ്സൈറ്റ് ഒക്കെ നിൽക്കും, വിഷയമൊന്നുമില്ല. ഓക്കെ, യെസ്, ഇവിടെ ബിൽഡ് ചെയ്യുന്ന കുറച്ച് സമയം എടുക്കും. സമയം ഒരു ചിലപ്പോൾ 10 മിനിറ്റ് ഒക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട്. ബേസ് അപ്പൊ നമുക്ക് അങ്ങനെ ഞാൻ ബിൽഡ് ചെയ്തിട്ടുള്ള, അപ്പൊ നേരത്തെ ഞാൻ എന്ത് ചെയ്തു, സ്വിഗ്ഗി അല്ലെ, സ്വിഗ്ഗിന്റെ ഒരു വെബ്സൈറ്റ് കാണിച്ചു തന്നു. അപ്പൊ ഇതേപോലെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേ സെയിം സാധനം ഞാൻ ഈ ചെയ്ത അതേ സാധനം എന്ത് ചെയ്തു, ChatGPTക്ക് ഈ swiggy.com എന്നുള്ള വെബ്സൈറ്റ് കോപ്പി ചെയ്തു ChatGPTക്ക് ഞാൻ എന്ത് ചെയ്യുന്നു കൊടുത്തു. അപ്പൊ എനിക്കൊരു പ്രോംപ്റ്റ് തന്നു. ഓക്കെ, യെസ്, ഞാൻ സ്വിഗ്ഗിന്റെ വെബ്സൈറ്റ് അങ്ങ് കോപ്പി ചെയ്ത് ഉണ്ടാവും. സ്വിഗ്ഗിന്റെ വെബ്സൈറ്റ് അങ്ങ് കോപ്പി ചെയ്ത് ഇട്ടെടുത്തതിന് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്ത് കോപ്പി ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഗൂഗിൾ AI സ്റ്റുഡിയോ എന്നുള്ള ഒരു ടൂൾ ഉണ്ട്, ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ നിങ്ങൾക്ക് ന്യൂ ആപ്പ് എന്നുള്ളൊരു ഫീച്ചർ ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് ഇവിടെ ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അങ്ങ് ChatGPTയിൽ ഇട്ട കോഡ് ജനറേറ്റ് ചെയ്ത കോഡ് ഗൂഗിൾ AI സ്റ്റുഡിയോക്ക് കൊടുത്തു. സ്വിഗ്ഗിനെ പോലത്തെ ഒരു ആപ്പ് നമുക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്ത് തന്നു എന്നുള്ളതാണ്. യെസ്, കണ്ടോ, സ്വിഗ്ഗിക്ക് തുല്യമായിട്ട് നമ്മളുടെ ഡിസൈനിൽ ഇവിടെ ഒരു വെബ്സൈറ്റ് നമുക്ക് ബിൽഡ് ചെയ്ത് തന്നു. ഗൂഗിൾ AI സ്റ്റുഡിയോ തന്നാണ് കേട്ടോ. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ AI സ്റ്റുഡിയോ യൂസ് ചെയ്യാം. അതും ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ബൈറ്റ് ഡാഷ് എന്ന പേരിൽ നമുക്ക് എന്ത് ചെയ്തു, ഒരു വെബ്സൈറ്റ് ഇവിടെ ബിൽഡ് ചെയ്ത് തന്നു എന്നുള്ളതാണ്. സ്വിഗ്ഗിനെ അനുകരിച്ചുണ്ടാക്കിയതാണ്. ഇതേപോലെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞു. നമുക്ക് എന്ത് ചെയ്തു, ഇതേപോലെ ഒരു റെസ്റ്റോറന്റിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ, ഹലോ, യെസ്, പറഞ്ഞോളൂ. നമ്മൾ ഇങ്ങനെ വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോ നമുക്ക് കോൾ ബട്ടൺ അതുപോലെ വാട്സപ്പിന്റെ അതൊക്കെ ഐക്കണൊക്കെ ഉണ്ടാവോ? യെസ്, അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ഇതിലിപ്പോ ബേസിക് ഫീച്ചേഴ്സ് ഉണ്ട്. ഇനി എന്തെല്ലാം നമുക്ക് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, ഇത് പറഞ്ഞു കൊടുക്കണം, ഞാൻ കാണിച്ചു തരാം.
ഓക്കെ, ഇപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സാർ നമ്മള് ഹോസ്റ്റിംഗറും ഡൊമൈനും പർച്ചേസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് AI ടൂൾ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും അല്ലേ? അല്ല, വെബ്സൈറ്റ് ഡൊമൈൻ നിങ്ങൾ പർച്ചേസ് ചെയ്യണം. കാരണം നിങ്ങളുടെ പേരിലുള്ള സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഡൊമൈൻ പർച്ചേസ് ചെയ്യൽ നിർബന്ധമാണ്. സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, ഡെവലപ്മെന്റ് നമുക്ക് ഇവിടെ ചെയ്യാം, AI ചെയ്യാം. ഹോസ്റ്റ് ചെയ്യുമ്പോൾ ഹോസ്റ്റിംഗ് ടൂളിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഹോസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ അബൌട്ട് പേജ് എല്ലാതും വരും അല്ലേ? എല്ലാം നമുക്ക് ഡെവലപ്പ് ചെയ്യാം, എല്ലാം ചെയ്യാം. യെസ്, അപ്പൊ ഞാൻ ഇവിടെ ബൈറ്റ് ഡാഷ് എന്നാണ് ഇവിടെ. ഇപ്പൊ ഇതിന് ഇപ്പൊ മാഡം ചോദിച്ചതുപോലെ നമുക്ക് ഇവിടെ ഒരു വാട്സപ്പ് ബട്ടൺ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് AI ടൂളിനോട് പറയാം ഐ നീഡ്, ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ഐ നീഡ് എ വാട്സപ്പ് വാട്സപ്പ് ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI എന്ത് ചെയ്യും, നമുക്ക് വാട്സപ്പ് ബട്ടൺ ഉണ്ടാക്കി തരും. നോക്കാം, ഇപ്പൊ ഇതിന് വാട്സപ്പ് ബട്ടൺ ഇല്ല. വാട്സപ്പ് ബട്ടൺ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ടോ നോക്കാം. യെസ്, അപ്പോൾ നമ്മൾ ജെമിനി കൊണ്ട് പറഞ്ഞ സാധനം ജെമിനി ഡെവലപ്പ് ചെയ്തോ നോക്കാം. ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു സമയം എടുക്കും. അപ്പൊ ഇവിടെ ഡെവലപ്പ് ചെയ്ത സാധനം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്യണമെങ്കിൽ യു ക്യാൻ യൂസ് ഗൂഗിൾ AI സ്റ്റുഡിയോ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റുഡിയോ ആണ് ഒന്നും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഡെവലപ്മെന്റ് സൈഡിലൊക്കെ വരികയാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് ഉണ്ടാകുക. ജെമിനി ചെറിയ രീതിയിലുള്ള വെബ്സൈറ്റും കാര്യങ്ങളൊക്കെയാണ് ജെമിനി എനിക്ക് യൂസ് ചെയ്യാം. വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത വെബ്സൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ നെറ്റ്വർക്ക് നിങ്ങൾക്ക് സ്ലോ ആണെങ്കിൽ അതിന് സമയം എടുക്കും. ഓക്കെ, യെസ് മാഡം കണ്ടോ, ഇവിടെ വാട്സപ്പ് ബട്ടൺ വന്ന് ഇതുവരെ ഇല്ലാത്ത ബട്ടൺ ഇപ്പൊ ഇവിടെ വന്നു. വാട്സപ്പ് ബട്ടൺ കണ്ടു. യെസ് യെസ്. അപ്പോ ഇങ്ങനെ നിങ്ങൾക്ക് ഓരോന്നും പറഞ്ഞ് എന്ത് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ എന്ത് ബൈറ്റ് ഡാഷിന്റെ പേര് മാറ്റണം, നിങ്ങളെ റെസ്റ്റോറന്റിന്റെ പേരാക്കണം എന്നുണ്ടെങ്കിൽ ചേഞ്ച്. ക്ലിക്ക് ചെയ്ത നേരെ പേഴ്സണൽ ആയിട്ട് നമ്മുടെ ഇതിലേക്ക് എത്തോ വാട്സപ്പിലേക്ക്? അത് നമ്മൾ പറഞ്ഞു ഏത് നമ്പർക്കാണ് എത്തേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അടുത്ത ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. വാട്സപ്പ് ബട്ടണിൽ റീഡയറക്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ വാട്സപ്പ് ബട്ടൺ നെക്കി കഴിഞ്ഞാൽ ഇന്ന നമ്പർക്ക് എത്തണം എന്ന് പറഞ്ഞു കൊടുത്താൽ ആ നമ്പർ എന്ത് ചെയ്യും, ആ നമ്പറിലോട്ട് എത്തും. ഓക്കെ, അങ്ങനെ പറഞ്ഞ് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാം. ഇതിനാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഈ പ്രോംപ്റ്റ് അതിനാണ് ഒന്നും കൂടി നമുക്ക് പറഞ്ഞാൽ വെബ്സൈറ്റ് ഒക്കെ കോഡ് ചെയ്യുന്നതിന് പകരം ഇതിന് വൈബ് കോഡിംഗ് എന്നാ പറയാം. ഹലോ, ഇത് ഈസ് നോട്ട് വൈബ് കോഡിംഗ്. വൈബ് ചെയ്ത് നമ്മളെ വൈബിനനുസരിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് കോഡ് ചെയ്ത് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം, ഇതിനാ വൈബ് കോഡിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഷിമി മാഡം എന്ത് ചെയ്തിട്ടുണ്ട്, വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. യാ, അപ്പൊ ഇത് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഷെയർ ബട്ടൺ ഉണ്ട്, ഷെയർ നിൽക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് പബ്ലിക്കലി എന്ത് വിസിബിൾ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഡൊമൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണം. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇതിപ്പോ ഓക്കെ, നിങ്ങൾക്ക് കോപ്പി ഈ ലിങ്ക് ഇവിടെ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻവൈറ്റ് പീപ്പിൾ, മേക്ക് പബ്ലിക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. മേക്ക് പബ്ലിക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും കാണാൻ പറ്റുന്ന ലെവലിൽ നിങ്ങൾക്ക് കാണാം. കോപ്പി അടിച്ചു, ഞാൻ കോപ്പി ചെയ്തു. ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിൽ അങ്ങ് ഷെയർ ചെയ്യാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നമുക്കത് യെസ്, വേറെ വെബ്സൈറ്റ് അഡ്രസ് ആയിരിക്കും കാണുന്നുണ്ടാകുക. യെസ്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വെബ്സൈറ്റിലോട്ട് തന്നെ എത്തും. ഓക്കെ, ലാസ്റ്റ് ചെയ്ത് AI സ്റ്റുഡിയോയിലാണോ? ഗൂഗിൾ AI സ്റ്റുഡിയോ സെയിം പ്രൊസീജിയർ ആണ്, ഒന്നുമില്ല. എങ്ങനെ അല്ല, അവിടെ ആ ഒരു AI സ്റ്റുഡിയോന്റെ സ്റ്റാർട്ടിംഗ് ഒന്ന് പറഞ്ഞുതരുമോ? ഞാനൊന്ന് വായിപ്പ് ചെയ്യാം. ഇതാണ് ഗൂഗിൾ AI നമ്മൾ സ്റ്റുഡിയോ. ജെമിനിയിലും ഗൂഗിൾ AI സ്റ്റുഡിയോ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം.
ഇവിടെ ബിൽഡ് വിത്ത് ഗൂഗിൾ AI ഓക്കെ. സ്റ്റുഡിയോ കണ്ടോ? ജെമിനിയിൽ നിന്ന് നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? ജെമിനിയിൽ നമുക്കൊരു വെബ് കിട്ടി, അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജെമിനി വേറെ ടൂളാണ്, ഗൂഗിൾ AI സ്റ്റുഡിയോ വേറെയാണ്. ഓക്കെ, ജെമിനിയില് രണ്ട് പർപ്പസ് ആണ്, രണ്ടിലും ചെയ്യുന്ന ഒരേ കാര്യമാണ്. ഓക്കെ, പ്രോംപ്റ്റ് കൊടുത്തു, എങ്ങനെ? ജെമിനിയിൽ പ്രോംപ്റ്റ് കൊടുത്തു, ജെമിനിയിൽ പിന്നെ നമ്മൾ അതിന്റെ കോഡിന് കൊടുത്തു. ക്യാൻവാസ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ക്യാൻവാസ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്തല്ലേ? അവിടുന്ന് ഇനിയും കൊണ്ടുള്ള പ്രൊസീജിയർ എന്താണെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അതൊന്നുമില്ല, ഇവിടെ ഇതേ ബിൽഡ് ചെയ്ത പോലെ എന്ത് ചെയ്യും, ഇതേപോലെ വെബ്സൈറ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ട് വരും. സാർ ജെമിനിയിൽ വരും, അതെ നമുക്ക് ഗൂഗിൾ കാണാൻ AI കൊടുത്താലും വരും. അതെ, ഇതേപോലെ ഗൂഗിൾ ജെമിനിയിലും വരും. ഇവിടെ ലോഡിങ് നല്ല ടൈം എടുക്കുന്നുണ്ട്, അതാണ് എനിക്ക് കാണിക്കാൻ പറ്റാത്തത്. ഇവിടെ പ്രിവ്യൂല് ഇവിടെ ഒരാൾ ബിൽഡ് ചെയ്തിട്ടുണ്ടല്ലോ, ആരോ ബിൽഡ് ചെയ്തതിന്റെ ലിങ്ക് അയച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. സാർ ഒന്ന് അത് വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യാം ആ ലിങ്ക്. ചെയ്ത ആളുകൾ എന്ത് ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പിൽ അതിന്റെ ലിങ്ക് ഷെയർ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ചില സമയത്ത് എന്ത് ചെയ്യും, ടൂളിന് ചില ഡെവലപ്മെന്റ് സൈഡിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ശരി പ്രോപ്പർ ആണെങ്കിൽ ചിലപ്പോൾ സമയം എടുക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ലിങ്ക് ഉണ്ട്, ലിങ്ക് വെച്ചിട്ട് ഷെയർ ചെയ്യാൻ, പബ്ലിക് ആക്കാവുന്ന ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. യെസ്, ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത ലിങ്ക് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ബിൽഡ് ചെയ്തത് ഡയറക്റ്റ് ലിങ്ക് കാണാൻ പറ്റും. ഓക്കെ, പല ആളുകളും ഷെയർ ചെയ്തിട്ടുണ്ട്. യെസ്, ഹബ്സിൻ ഷിയാബ് മാഡം ചെയ്തിട്ടുണ്ട്, അത് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. മാഡം ഡിലീറ്റ് ചെയ്തോ ചെയ്തത്? ഇല്ലല്ലോ. എന്നാണോ കാണിക്കുന്നത്? യെസ്, അപ്പൊ ദിസ് ഈസ് ദ പ്രൈമറി കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് AI ഉപയോഗിച്ച് ബിൽഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. എല്ലാവർക്കും ഐഡിയ കിട്ടിയോ അത് എങ്ങനെയാണ് ബിൽഡ് ചെയ്തത് എന്നുള്ളതും, ഇതിന്റെ ഇങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്താൽ കിട്ടുക എന്നുള്ളതും? ഫൈനൽ ഔട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, യെസ്, ഇതേപോലെ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഓരോ കാര്യങ്ങൾ, ഇനി ഇതിൽ വേറെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ AI വെച്ചിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ദിസ് ഈസ് ദ തിങ്. ഇത് യൂസ്ഫുൾ ആയത് നിങ്ങൾക്ക്. അപ്പൊ ഇതൊരു ബേസിക് സ്കില്ലാണ്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള വെബ്സൈറ്റ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ബിൽഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാം. വെബ്സൈറ്റ് ഡെവലപ്പർ ആണ്,
അല്ലെങ്കിൽ ഫ്രീലാൻസ് വെബ്സൈറ്റ് ഡെവലപ്പർ എന്ന ലെവലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വർക്ക് എടുത്ത് തുടങ്ങാൻ പറ്റും. അപ്പൊ ഇതെങ്ങനെ ഇനി ഹോസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിന്റെ ഡൊമൈൻ എങ്ങനെ പർച്ചേസ് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് കാണിച്ചു തരണം എങ്ങനെ ഹോസ്റ്റ് ചെയ്യാന്നില്ല. ഹലോ, ഈ വെബ്സൈറ്റ് എങ്ങനെ ഹോസ്റ്റ് ചെയ്യൽ കാണിച്ചു തരണോ? നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതും കാണിച്ചു തരും കേട്ടോ. ഹലോ, യെസ്, ആദിത്യന് ആവശ്യമുണ്ട്. ഇവിടെ 38 പേര് ഇതിലാണ്. 38 പേരും വോട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരും. Yes. ഇതുപോലെ പബ്ലിക് ആയിട്ട് അവൈലബിൾ ആവുന്ന ലിങ്ക് വഴി എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്ത് 2 പേരെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. 3 പേര്. ആറ് പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ളൂ. ഹാൻഡ് റൈസ് ചെയ്യാം 8 പേര്. എല്ലാവരും കമന്റിൽ നല്ല റിയാക്ഷൻസും വേണമെന്നുണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തരാം. ഓക്കെ, ചെറിയൊരു ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. യെസ്, എല്ലാവരും 13 പേര് ഹാൻഡ് റൈസ് ചെയ്തു. എല്ലാവരും ഹാൻഡ് റൈസ് എന്ന ബട്ടൺ കൂടെ അഞ്ഞതറിയാത്ത ആളുകൾ ഉണ്ടാവും അല്ലെ? അപ്പൊ ഗൂഗിൾ മീറ്റിൽ 3 ഡോട്ട് കണ്ടോ? മൈക്കിന്റെ അപ്പുറത്ത് ഒരു ഇമോജി ഉണ്ടാവും. ഇമോജിന്റെ സൈഡിൽ റൈറ്റ് ഒരു 3 ഡോട്ട് ഉണ്ടാവും. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡ് റൈസ് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ക്ലിക്ക് ചെയ്ത് ഹാൻഡ് റൈസ് കിട്ടും. ഓക്കെ, യെസ്, ഓക്കെ. ഒരു 19 പേര് ഹാൻഡ് റൈസ് ആയിട്ടുള്ളൂ. ചാറ്റ് ബോക്സിൽ ചാറ്റ് ഇട്ടാൽ മാത്രം പോരാ, ഹാൻഡ് റൈസും കൂടി എനിക്ക് വേണം. ഓക്കെ, നമുക്ക് 15 മിനിറ്റ്, ഏകദേശം 10 മിനിറ്റിലധികം നമുക്ക് ടൈം ഉണ്ട്. 1 മണിക്കൂറാണ് നമ്മുടെ സെഷൻ ഉള്ളത്. ഓക്കെ, 20 പേര്. യെസ്, മിനിമം ഒരു 30 പേരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യണ്ടേ? 20 പേരേ ഉള്ളൂ. ആവശ്യമില്ല, എത്ര പേർക്ക് മതി? 21. ബാക്കിയുള്ള ആളുകൾക്കൊന്നും ആവശ്യമില്ല. അപ്പൊ പ്രസാദ് സർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ള പ്രസാദ് സാറിന് ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട്. 24 പേര്. ഷിഫാന ഷെരീഫ്, നിങ്ങൾക്കൊന്നും വേണ്ടേ? ഷിമ്മി മാഡത്തിന് വേണ്ടേ? ഷാവുലാമി സാറിന് വേണ്ടേ? ഹാൻഡ് റൈസ് ചെയ്തോളൂ. ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. ഹാൻഡ് റൈസ് ഇവിടെ കാണുന്നില്ല. ഓക്കെ, അബ്ദുള്ള, ആദിത്യൻ, ആൽബിൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. യെസ്, 24 പേരെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ളൂ. 23, 22 കുറയണുള്ളൂ അല്ലേ? ഓക്കെ, പിന്നെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ബിൽഡ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റിന്റെ കോഡ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആകാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ജെമിനി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ കോഡ് കിട്ടും ഇല്ല? വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്ന ഒരു കോഡ് രീതിയിലാണ് ഇവിടെ വരിക. നിങ്ങൾ ബിൽഡ് ചെയ്തുള്ള വെബ്സൈറ്റ് ആണെങ്കിൽ ഇവിടെ പ്രിവ്യൂവിന്റെ തൊട്ടുപുറത്ത് ഒരു കോഡ് എന്നുള്ള ബട്ടൺ കാണാൻ പറ്റും. ഈ കോഡാണ് എന്ത് ചെയ്യുന്നത്, ഈ വെബ്സൈറ്റ് ആക്കി മാറ്റുന്നത്. ഈ കോഡ് നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ കോഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, കോപ്പി ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഷെയർ ബട്ടൺ ഉണ്ട്, കോപ്പി കണ്ടന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, കോപ്പി ചെയ്യണം. വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കോപ്പി ടു ക്ലിപ്പ് ബോർഡ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഫർസെന്റ് എടുക്കുകയാണെങ്കിൽ അത് ഇപ്പോഴും ലോഡിംഗ് ആണ്, എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. ഇനി നമുക്ക് കോഡ് ഒന്ന് കോപ്പി ചെയ്ത് നോക്കാം. ഓക്കെ, കോഡ് കംപ്ലീറ്റ് ആണോ ചെക്ക് ചെയ്യാം. ലാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഫൂട്ടർ വരെ എത്തിയെന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് ഇതങ്ങ് കൺട്രോൾ ലാപ്പിലൊക്കെ ആണെങ്കിൽ കണ്ടോ, ഈ ഓപ്ഷൻ കണ്ടോ, പ്രിവ്യൂ ഉണ്ട്, കോഡ് ഉണ്ട്. ഈ കോഡ് എന്നുള്ളത് എന്ത് ചെയ്യുക, കൺട്രോൾ എ എന്ന് ലാപ്ടോപ്പിൽ അടിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മൊത്തം കൺട്രോൾ എ കൺട്രോൾ സി. കൺട്രോൾ എ അടിച്ചാൽ മൊത്തം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, കൺട്രോൾ സി അടിച്ച് കോപ്പി അടിക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാം, ലാപ്ടോപ്പിലാണെങ്കിൽ എന്ത് ചെയ്യണം, അതൊരു ഫോൾഡർ ആക്കി നിങ്ങൾ മാറ്റണം. ഒരു നോട്ട് പാഡ് ഒക്കെ ഉണ്ടാവുമല്ലോ, നോട്ട് പാഡ്, ഈ നോട്ട് പാഡ് നിങ്ങൾ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഈ കോഡ് അങ്ങ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഹലോ, ഇത്രയും മനസ്സിലായോ? ഈ കോഡ് അങ്ങ് കോപ്പി ചെയ്തൊരു ഫോൾഡർ ആക്കി വെക്കുക. ചുരുക്കി പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഓക്കെ,
അപ്പൊ ഈ കോഡ് നമുക്ക് കിട്ടി. ഈ കോഡിന്റെ പേര് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതങ്ങ് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കും ഇത് സേവ് ചെയ്യണമെന്ന്. അപ്പം സേവ് ചെയ്യണം എന്ന് പറയാം. ഓക്കെ, സേവ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് ഇൻഡെക്സ് ഡോട്ട് HTML എന്ന് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ആ പേരിൽ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. എന്താണ് ഇൻഡെക്സ് ഡോട്ട് HTML കോഡ് ആക്കണം. ഇവിടെ ഇൻഡെക്സ് ഡോട്ട് HTML എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ എന്താ ചെയ്തതെന്ന്? അപ്പൊ അതിന് മുന്നേ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ചെറിയൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഈ കോഡ് നമുക്കൊന്ന് റീറൈറ്റ് HTML ഫോർമാറ്റിലാക്കി മാറ്റാം. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇത്രത്തോളം എന്ത് പറഞ്ഞാൽ മനസ്സിലാവും അറിയില്ല. ഈ കോഡ് ഇപ്പം ഡെവലപ്പ് ചെയ്ത് റിയാക്ട് എന്നുള്ള ലാംഗ്വേജിലാണ്, കോഡിംഗ് ലാംഗ്വേജിലാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, റിയാക്ട് എന്ന ലാംഗ്വേജിലാണ് ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിങ്ങനെ മേലോട്ട് പോയി കഴിഞ്ഞാൽ ഇമ്പോർട്ട് റിയാക്ട് കണ്ടോ, ഇവിടെ റിയാക്ട് എന്നുള്ളതാണ്. നിങ്ങളുടെയൊക്കെ റിയാക്ട് തന്നെയാണോ ജെമിനിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ജെമിനിയോട് പറയാം മേക്ക് ഇറ്റ് ടു HTML കോഡ് എന്ന് വേണമെങ്കിൽ ജെമിനിയോട് നമുക്കൊന്ന് പറയാം. എന്നിട്ടൊന്ന് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഈ റിയാക്ട് എന്ന് മാറിയിട്ട് HTML എന്ന ഫോർമാറ്റിലെത്തി. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് നമ്മൾ ഫയൽ സേവ് ചെയ്യുക, എന്നിട്ട് അതിന് ഗിറ്റ് ഹബ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, കേട്ടോ? ഗിറ്റ് ഹബ്. ഹലോ, ഇല്ല, കേട്ടിട്ടില്ല. യെസ്, അങ്ങനെ ഒരു സാധനം ഉണ്ട്. കോഡിംഗ് ഒക്കെ മേഖലയിൽ അറിയുന്ന ആളുകൾക്ക് അറിയാം. ഗിറ്റ് ഹബിൽ നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഗിറ്റ് ഹബിൽ ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. ഒന്നുമില്ല, കേൾക്കാത്ത ആൾക്ക് സിമ്പിൾ ആണ്. ഇവിടെ എന്ത് ചെയ്യുക, ഗിറ്റ് ഹബ് എന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുക്കുക. അതിലൊരു അക്കൗണ്ട് നമ്മൾ ആദ്യം തുടങ്ങണം, ഗിറ്റ് ഹബ്. ഓക്കെ, ഗിറ്റ് ഹബ് ഒന്ന് ഗിറ്റ് ഹബ് അതിന്റെ ലിങ്ക് ഒന്ന് ഗ്രൂപ്പ് ഹലോ, ഇതിൽ ലിങ്ക് ഒന്ന് ഗ്രൂപ്പിലിടാവോ? ഗിറ്റ് ഹബിന്റെ ലിങ്ക് വേണം. ഓക്കെ, github.com അതിൽ പോവാ. ഗൂഗിളിൽ എന്ത് ചെയ്യുക, ഗൂഗിളിൽ വെച്ച് സൈൻ ഇൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല. ഓക്കെ, ഒരു അക്കൗണ്ട് നിങ്ങൾ തുടങ്ങണം. അക്കൗണ്ട് തുടങ്ങാനൊക്കെ സിമ്പിൾ ആണ്, വിഷയമൊന്നുമില്ല. അപ്പൊ ഇവിടെ സൈൻ ഇൻ ചെയ്യാൻ പറയും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൈൻ ഇൻ ചെയ്യാൻ പറ്റും. ഗൂഗിൾ വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് എന്ത് ചെയ്യാണ്, താങ്ക്സ് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ഇവിടെ സൈൻ ഇൻ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഇതാണ് വരുന്നത്. കണ്ടോ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ സൈൻ ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് ഒരു പ്ലസ് ഐക്കൺ കാണാൻ പറ്റും. ഇവിടെ ക്രിയേറ്റ് ന്യൂ റെപ്പോസിറ്ററി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, കയറിയോ? ഞാൻ ഫാസ്റ്റ് ആയി പോകുന്നുണ്ടോ? അപ്പൊ നമുക്ക് ജെമിനി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ കോഡ് റിയാക്റ്റിലുള്ള കോഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫർസ ഗ്രൂപ്പിന്റെ ഫർസ നമ്മളിവിടെ കാണുന്നില്ല, പക്ഷെ നമുക്ക് ഇവിടെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. HTML കോഡ് ആക്കിയിട്ട് ഇവിടെ മാറ്റുന്നുണ്ട്. അതിന്റെ പണി നടന്നുകൊടുക്കുക. ഓക്കെ, കോഡ് നമ്മൾ റീറൈറ്റ് ചെയ്ത് HTML മാറ്റുകയാണ്. കുറച്ചുകൂടി ലോഡിംഗ് ഉണ്ട്. ഇപ്പൊ ഫുള്ളായിട്ട് പണി പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് ഈ കോഡ് അങ്ങ് കോപ്പി ചെയ്തിട്ട് ഞാൻ പറഞ്ഞ നോട്ട് പാഡിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തിട്ട് HTML കോഡാക്കി നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, സേവ് ചെയ്തേക്കാൻ പറ്റും. ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ കോഡ് അങ്ങ് എന്ത് ചെയ്യാണ്, കോപ്പി ചെയ്തു. കോഡ് കോപ്പി ചെയ്തു. നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും നമ്മൾ നോട്ട് പാഡ് എടുക്കുന്നു. ഈ കോഡ് ഇങ്ങോട്ട് വാട്സപ്പിൽ പേസ്റ്റ് ചെയ്ത് ചിലപ്പോൾ ഒരു ഫോൾഡർ ആയിട്ടൊക്കെ കിട്ടും നമുക്ക്. ഓക്കെ, വാട്സപ്പിൽ ഈ കോഡ് പേസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ,
ഇൻഡെക്സ് എന്താണ് പേര്, ഇൻഡെക്സ് ഡോട്ട് HTML എന്ന് കൊടുക്കുക കേട്ടോ. HTML എന്ന് കൊടുക്കുക. ഇത് സേവ് ചെയ്ത് വെക്കുകയാണ്. സേവ് ചെയ്യുന്ന ഈ ഡൗൺലോഡ്സിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ സേവ് ചെയ്തു. ഞാൻ സേവ് ചെയ്താൽ തന്നെ ഇത് ഫർസ ഗ്രൂപ്പിന്റെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു കണ്ടോ, ഇത് ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വെക്കും. ഇത് കൺസ്ട്രക്ഷൻ മോഡലാണ് തന്നിട്ടുള്ളത് ഫർസ ഗ്രൂപ്പിന്റെ. ഓക്കെ, ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഇവിടെ ഡെവലപ്പ് ആയി എന്നുള്ളതാണ്. HTML കൂടെ വെച്ചിട്ട് എഞ്ചിനീയറിംഗ് ലെഗസി. ഓക്കെ, ഹൗസ് ഇറ്റ്. ഇത് ഞാൻ ഹോസ്റ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് നമ്മൾ കോഡ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഒരാൾക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ ഇത് പബ്ലിക്കലി അവൈലബിൾ ആവില്ല, ബട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കാണിച്ചു കൊടുക്കണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക്. ഇതിപ്പോ ഞാൻ ബിൽഡ് ചെയ്ത വെബ്സൈറ്റ് ആട്ടോ വർഷ ഗ്രൂപ്പിന്റെ. ഹലോ, ഇങ്ങനെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ എത്ര സമയം എടുക്കും? യെസ്, അങ്ങനെ ഫോൾഡർ ആക്കിയാൽ തന്നെ എനിക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാണിച്ചത്. ഇപ്പൊ ഇൻഡെക്സ് ഡോട്ട് HTML ഉണ്ട്. അതുപോലെ ഗിറ്റബിൽ നിങ്ങളൊരു അക്കൗണ്ട് തുടങ്ങണം എന്ന് പറഞ്ഞു. അത് ആരെയും തുടങ്ങിയോ? കംപ്ലീറ്റ് ആയോ? ഗിറ്റബ് അക്കൗണ്ട് തുടങ്ങിയോ? ഇവിടെ ഗിറ്റബ് ഉണ്ട്, ഗിറ്റ്ഹബ് ഉണ്ട്. യെസ്, ഗിറ്റ്ഹബിൽ എന്ത് ചെയ്തു, ഗിറ്റബ് ഓപ്പൺ ചെയ്തു. ഇവിടെ പുതിയൊരു ന്യൂ റിപ്പോസിറ്ററി എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ആ കോഡ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്യുക. ഇവിടെ നമുക്കൊരു പേര് കൊടുക്കാം. നമ്മൾ റിപ്പോസിറ്ററിക്ക് ആണെങ്കിൽ ഫർസ എന്നുള്ളൊരു പേര് കൊടുക്കാം. ഓക്കെ, ഫർസന്റെ ഇതായതുകൊണ്ട് ഫർസ എന്നുള്ള പേര് കൊടുത്തു. ഇവിടെ ക്രിയേറ്റ് റിപ്പോസിറ്ററി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഹലോ, കിട്ടുന്നുണ്ടോ? ഒരു 10 മിനിറ്റ് വൈൻഡപ്പ് ചെയ്യട്ടോ. ഓക്കെ, ക്രിയേറ്റ് റിപ്പോസിറ്ററി കൊടുക്കുന്നു. നമ്മൾ റിപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാന്നാ പറയാം. ഇത് ഫോളോ ചെയ്യാവുന്നതാണ്, വിഷയമൊന്നുമില്ല. ഓക്കെ, എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ന്യൂ ഫയൽ എന്നുള്ള ഓപ്ഷൻ തന്നെ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. യെസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ആ കോഡ് ഇവിടെ കൊണ്ടുവന്നിടാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആ ഫയൽ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം. അപ്ലോഡ് ആൻഡ് എക്സിസ്റ്റിംഗ് ഫയൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യാം, ചൂസ് യുവർ ഫയൽ കൊടുക്കാം. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫയൽ നമുക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഹോസ്റ്റ് ഗിറ്റ്ഹബ് ത്രൂ ഹോസ്റ്റ് ചെയ്യുന്നതാണ് പഠിപ്പിച്ചു തരുന്നത് കേട്ടോ. യെസ്, ആ ഫയൽ നമ്മൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്തു. കമ്മിറ്റ് ചേഞ്ചസ് എന്നുള്ള ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്തു. നിങ്ങൾ റിയലി മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള സ്കില്ലുകളൊക്കെ നിങ്ങൾ ഒരു അക്കാഡമി പോയി പഠിക്കണമെങ്കിൽ മിനിമം നിങ്ങൾ 10-15,000 രൂപ കൊടുക്കേണ്ടി വരും എങ്ങനെയായാലും. ഓക്കെ, ആ കാര്യമാണ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടെ 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, യെസ്, നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് നമുക്കുള്ളത്, നമ്മൾ വെർസൽ എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഓക്കെ, വെർസൽ എന്ന് ഗൂഗിളിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. വെർസൽ ലോഗിൻ എന്നൊക്കെ കാണാൻ പറ്റും. ഹലോ, കണ്ടോ, ലോഗിൻ ടു വെർസൽ. ഇതുവഴിയാണ് ഗിറ്റ്ഹബ് നമുക്ക് വെർസലിലോട്ട് നമ്മൾ എത്തിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, ഗിറ്റ്ഹബും വെർസൽ നമ്മൾ കണക്ട് ചെയ്യേണ്ടതുണ്ട്. ഫ്രീ ആയിട്ട് നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ് വെർസൽ എന്നുള്ളത്. ഓക്കെ, ഇവിടെ ലോഗിൻ ചെയ്യണം. ലോഗിൻ വിത്ത് എൻ്റെ സെയിം മെയിൽ ID വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാൻ പറ്റും. കണ്ടിന്യൂ ചെയ്യുന്നു. ഹലോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇതെന്താന്നുള്ളത്? ഹലോ, പോസ്റ്റ് ചെയ്യണം. പോസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ ആൾക്കാരൊന്നും ഇവിടെ ഇല്ല ഇപ്പോ. ആളുകൾ കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ വെർസലിൽ ഒരു അക്കൗണ്ട് തുടങ്ങി, നമ്മളെ മെയിൽ ID വെച്ചിട്ട് ലോഗിൻ ചെയ്തു. ഇവിടെ നമുക്ക് ആഡ് ന്യൂ എന്നുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും. ആഡ് ന്യൂ. ഓക്കെ, പ്രൊജക്ട് എന്നുള്ള ബട്ടൺ കാണാൻ പറ്റും. പ്രൊജക്ട് നമുക്ക് സെലക്ട് ചെയ്യാം. പുതിയ പ്രൊജക്ട് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ ഗിറ്റ്ഹബ് ആയിട്ട് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഗിറ്റ്ഹബ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ ഫർസ, നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫർസ എന്നുള്ള ഫയൽ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അത് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഓൺ ആയി നിങ്ങൾക്ക് ആർക്കും ഷെയർ ചെയ്യാൻ പറ്റുന്ന ലെവലിൽ. എന്നിട്ട് നമുക്ക് ഒരു ഡൊമൈൻ ഒക്കെ പർച്ചേസ് ചെയ്ത് നമ്മുടെ പേരിൽ തന്നെ www.farsa.com എന്നുള്ളതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. യെസ്,
ഹലോ, ഡിപ്ലോയ് ചെയ്ത വെബ്സൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടിന്യൂ ടു ഡാഷ്ബോർഡ് കൊടുക്കുക. എഡിറ്റിംഗ് നമ്മളോട് എവിടെ വെച്ചിട്ട് ചെയ്ത് ഇതിൽ വെച്ചിട്ട് എഡിറ്റിംഗ് എന്ത് എഡിറ്റിംഗ്? ഒരു പത്തിന്റെ അത് 5 മിനിറ്റ് വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞാൽ അറിയില്ല. അപ്പൊ ഈ സൈറ്റിലുള്ള എഡിറ്റിംഗ് നമ്മൾ ഫസ്റ്റ് ആണ് എടുത്തുള്ളത്. അതുപോലെ അതിന്റെ എഡിറ്റിംഗ് എഡിറ്റിംഗ്സ് വീണ്ടും എയിലൂടെ നമുക്ക് പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റും. ഇന്ന എഡിറ്റ് വേണം, ഇന്ന കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ തന്നെ മാറ്റി തരും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവില്ല. മനസ്സിലായോ? പറഞ്ഞേ. മനസ്സിലായി. അത് നമ്മൾ ചാറ്റ് GPT അവിടെ വെച്ചിട്ടാണ് ചെയ്യുക, അല്ലെങ്കിൽ അതെ, ജെമിനിയിലാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്ന വെബ്സൈറ്റ്. ഓക്കെ, ബിൽഡ് ചെയ്യുന്നിടത്ത് നമുക്ക് പറയാം. ഇവിടെ കോഡാണ്, നമുക്ക് കോഡ് കംപ്ലീറ്റ് ചെയ്യാണ്ട് പ്രിവ്യൂ ഇവിടെ വർക്ക് ആകുന്നില്ല ജെമിനിയിൽ, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. അപ്പോൾ കോഡിൽ എഡിറ്റ് ചെയ്താലും മതിയോ? ടെക്സ്റ്റ് ഒക്കെ കോഡിൽ എഡിറ്റ് ചെയ്താൽ മതി. കോഡിംഗ് നോളജ് ഉള്ളവർക്ക് അങ്ങനെ പറയാം. ഏറ്റവും നല്ല നമുക്ക് എന്ത് ചെയ്യാം, കോഡിംഗ് അറിയാത്ത ആളുകൾക്ക് ജെമിനിനോട് പറഞ്ഞു കൊടുക്കാം, ഇന്ന തരത്തിൽ ഇന്നത് വേണം എന്ന് പറഞ്ഞു കൊടുത്താൽ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടൈപ്പ് ചെയ്തിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. ഇവിടെ പ്രിവ്യൂ വർക്ക് ആകുന്നില്ല ജെമിനിയിൽ. ഓക്കെ, അപ്പൊ നമ്മൾ വെർച്വൽ എടുത്തു. ഇവിടെ നമ്മൾ എന്താണ് റെഡിയാണ്. നമുക്കിവിടെ എന്ത് ചെയ്തു, നമ്മളെ വെബ്സൈറ്റ് ഇവിടെ farsa.virtual app കണ്ടോ, വെബ്സൈറ്റ് നമുക്ക് റെഡിയായി. അങ്ങനെ ഒരു പ്രീമിയം വെബ്സൈറ്റ് ഇപ്പൊ ഫർസ ബിൽഡേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. സർവീസിന്റെ അബൌട്ട് സെക്ഷൻ ഉണ്ട് കണ്ടോ, സർവീസ് ഏരിയാസ്, ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിന്റെ ലിങ്ക് നിങ്ങൾക്ക് വേണോ? ഞാനൊന്ന് ഷെയർ ചെയ്യാം. ഇത് നിങ്ങൾക്ക് ആർക്കും എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാൻ പറ്റുന്ന ലിങ്ക് ആയിട്ട് ഇത് മാറണം. ഇങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ഇത് ഗിറ്റബിൽ പുഷ് ചെയ്തിട്ട് വെർച്വലിൽ ഹോസ്റ്റ് ചെയ്യാന്ന് പറയാം. ഓക്കെ, വെബ്സൈറ്റ് പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആയിട്ട് മാറി എന്നുള്ളതാണ്. ഓക്കെ, ഹൗസ് ഇറ്റ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഹലോ, നമ്മൾ ഓൺ ഡൊമൈൻ നെയിമിലേക്ക് മാറ്റുമ്പോൾ അത് എങ്ങനെ ചെയ്യാം? അതിന് കുറച്ച് പണികളുണ്ട്. അത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങൾ ഡൊമൈൻ പർച്ചേസ് ചെയ്യണം. ഓക്കെ, നിങ്ങളെ പേരിൽ ഡൊമൈൻ അവൈലബിൾ ആകും. ഗോഡാഡിയിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഗോഡാഡി എന്ന പ്ലാറ്റ്ഫോം ഉണ്ട് അതിന്. ഓക്കെ, പൈസ കൊടുത്ത് നിങ്ങൾ പേര് വാങ്ങണം. നിങ്ങളുടെ പേര് ഫ്രീ അല്ല, അത് പേരെടുത്ത് പൈസ കൊടുത്ത് വാങ്ങണം. ഓക്കെ, ഗോഡാഡി എന്നാണ് അതിന്റെ വെബ്സൈറ്റ്. ഗോഡാഡി ഉണ്ടോ? ഗോഡാഡി ഹോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതിൽ ഹോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ആദ്യം നിങ്ങൾ ഡൊമൈൻ വാങ്ങണം. നിങ്ങളുടെ പേരിൽ എന്ത് ചെയ്യണം, ഡൊമൈൻ പർച്ചേസ് ചെയ്യണം. നിങ്ങളൊരു പേര് പറയൂ, നിങ്ങളെ റെസ്റ്റോറന്റിന്റെ പേര്. എന്റെ പേരില് ഡൊമൈൻ ഉണ്ട്, ഷാഹുൽ അമീദ്. www.shahulsakafi.com. ഷാഹുൽ സക്കാഫി അല്ലെ, sakafi.com ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പൊ ഇത് ആദ്യം പർച്ചേസ് ചെയ്യണം ഈ ഡൊമൈന്. ഇതിന്റെ 16,000 രൂപ കൊടുത്താല് നിങ്ങളെ ഈ sakafi.com കിട്ടുള്ളൂ കേട്ടോ. ഇനി ആരെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഷാഹുൽ സക്കാഫി.in ഉണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് ഡൊമൈൻ ഉണ്ട് അല്ലെ? ഡൊമൈൻ ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യണം, .com അവൈലബിൾ അല്ല. ഈ ഷാഹുൽ സക്കാഫിന്റെ ഡൊമൈൻ വാങ്ങണമെങ്കിൽ ഇത് ഓൾറെഡി ഒരാൾ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളാണോ അറിയില്ല, വേറെ ആരോ പർച്ചേസ് ചെയ്ത് സ്പെല്ലിംഗ് മാറ്റം ഉണ്ടാവും. ബ്രോക്കർ സർവീസ് കൊടുക്കുന്നത് 17,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇത് വാങ്ങണം. ഞാൻ ആരെയും ഉപയോഗിക്കുകയാണെങ്കിൽ .in 99 രൂപയ്ക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് കസ്റ്റം ഡൊമൈൻ ഇവിടെ കണ്ടോ, കസ്റ്റം ഡൊമൈൻ ഉണ്ട്. നിങ്ങൾ ഡൊമൈൻ ആക്കി മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഡൊമൈൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, സക്കാഫി ടൈപ്പ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സക്കാഫിക്ക് കിട്ടിയോ? ഇല്ല, ഞാൻ ഓഫീസിലാണ്. ഇതിന്റെ അത് കിട്ടുമോ? ക്ലാസ് റെക്കോർഡ് കിട്ടുമോ? റെക്കോർഡ് കിട്ടൂല. ഓക്കെ, റെക്കോർഡ് അവൈലബിൾ അല്ല, ലൈവ് അവൈലബിൾ ഉണ്ടോ? ഓക്കെ, റെക്കോർഡ് നന്നായിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ എന്റെ പേഴ്സണൽ മെന്റർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ഒരു വെബ്സൈറ്റ് എങ്ങനെ ഡെവലപ്മെന്റ് സൈഡ് മുതൽ അതെങ്ങനെ പുഷ് ചെയ്ത് വെബ്സൈറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളത് വരെ എനിക്ക് കാണിച്ചു തന്നു.
ഇതിൽ ഒരുപാട് നിങ്ങൾക്ക് ചെയ്യാനും അറിയാനും ഇനിയും ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നതും ഡൊമൈൻ പർച്ചേസ് ചെയ്യുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം. വെബ്സൈറ്റ് ബിൽഡ് ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? ഈ സ്കില്ല് നിങ്ങൾ പഠിച്ചല്ലേ, സ്കില്ല് നിങ്ങൾ പഠിച്ചോ? അങ്ങനെയാണ് ഒരു ബേസിക് നോളജ് കിട്ടിയോ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം? ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഫെർദർ നിങ്ങൾ സ്വയം പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ നോളജ് തന്നെ മതി. ഓക്കെ ഓക്കെ, ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇങ്ങനെ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടാക്കാം, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണ്ടി വെബ്സൈറ്റ് ഉണ്ടാക്കാം, എന്തും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അല്ല ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് പറ്റും. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒരുപാട് ഫ്രീലാൻസ് വെബ്സൈറ്റ് സൈറ്റുകളുണ്ട്. നിങ്ങൾക്കൊരു ജോബ് വാക്കൻസി ഫോർ വെബ്സൈറ്റ് ഡെവലപ്പേഴ്സ് അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പല മോഡൽസ് ഉണ്ടാക്കിയിട്ടുള്ള വെബ്സൈറ്റ് ഒക്കെ പോർട്ട്ഫോളിയോ നിങ്ങൾ ബിൽഡ് ചെയ്ത് സെറ്റ് ചെയ്യാം. വാക്കൻസി ഫോർ വെബ് ഡെവലപ്പേഴ്സ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വാക്കൻസീസ് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഫ്രീലാൻസ് ഓപ്പർച്യൂണിറ്റീസ് അടിച്ചാൽ മതി. ഫ്രീലാൻസ് ഓപ്പർച്യൂണിറ്റീസ് എടുത്ത് അപ്വർക്ക് എന്നുള്ള പ്ലാറ്റ്ഫോം കാണാൻ പറ്റും. ഇന്ത്യയിൽ കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യയിൽ കാണിച്ചു തന്നിരുന്നു, കണ്ടോ? വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വെബ് ഡെവലപ്പറിന് ആവശ്യമുണ്ട്. 24,000 മുതൽ 47,000 വരെ മന്ത്ലി സാലറി നൽകും, കണ്ടോ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് 27,000 35,000 വരെ ഫ്രീലാൻസ് വർക്കുകൾക്ക് ഡെവലപ്പേഴ്സിന് ഇന്റേൺഷിപ്പ് ഹയർ ഉണ്ട്. 5,000 മുതൽ 47,000 വരെ വർക്ക് ഫ്രം ഹോം ഉണ്ട്. അപ്പൊ ഇങ്ങനെ പല പ്ലാറ്റ്ഫോംസിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ജോലി നേടിയെടുക്കാം. ഇതിലൂടെ നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കും. ഒരു ഓപ്പർച്യൂണിറ്റി അതാണ്. അതുപോലെ ഡെവലപ്പേഴ്സിന് ഇത് ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവർക്കൊക്കെ വേണമെന്ന് വെച്ചിട്ട് നല്ല വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തിട്ട് ഈവൻ വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള വെബ്സൈറ്റുകളൊക്കെ ആവശ്യം ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്തതിന് 5,000 ഒരു 10 ക്ലയന്റിനെ നിങ്ങൾക്ക് കിട്ടിയാൽ 50,000 റുപ്യ മാസം മേടിക്കാം. 5,000 മേടിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ട്. ഓക്കെ, ദിസ് എൻ ഓപ്പർച്യൂണിറ്റി, റൈറ്റ്? ഇങ്ങനെ ചെയ്തൂടെ? ചെയ്യാൻ പറ്റുന്നതാണ്, ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇവൻ ഫേസ്ബുക്കിൽ ഒരു ആഡ് റൺ ചെയ്തിട്ട് നിങ്ങൾക്ക് എൻക്വയറി എടുത്തിട്ട് വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നു, ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആഡ് റൺ ചെയ്യാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് എൻക്വയറി എടുത്തിട്ട് എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സർവീസ് ആയിട്ട് തുടങ്ങാം. മാസം ഒരു 50,000 1 ലക്ഷമൊക്കെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഏണിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ്. ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, കിട്ടിയോ? ഹലോ, എന്തായിരുന്നു? ഷാൽ സാറിന്റെ സൗണ്ട് ക്ലിയർ അല്ല, ചെറിയൊരു മുളക്കാണ് വരുന്നത്. ക്ലാസിന്റെ റെക്കോർഡ് ക്ലാസ് തരണം എന്ന് പറയാം. കുറെ ഭാഗം കേൾക്കാൻ പറ്റിയിട്ടില്ല, ഡ്യൂട്ടിയിലാണുള്ളത്. ഓക്കെ ഓക്കെ, ശരി. ഡ്യൂട്ടിയിലാണ്, പലതും കേൾക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഇത്രേ ഉള്ളൂ. ഞാൻ ചെറിയ രീതിയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ തന്നതാണ്. ഇങ്ങനെ നമുക്ക് AI ഉപയോഗിച്ചിട്ട് സാധ്യതകളുണ്ട്. ഈവൻ വീട്ടിലിരിക്കുന്ന ഹൗസ് വൈഫിന് പോലും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സ്കില്ലാണ് വെബ്സൈറ്റ് ഡെവലപ്മെന്റ്. ഒരു വെബ് എഞ്ചിനീയർ ആകാൻ പറ്റും, നിങ്ങൾക്കും പറ്റും. ഒന്ന് റിസ്ക് എടുക്കാനും നിങ്ങൾ സമയം കണ്ടെത്താനും സ്കില്ല് പഠിച്ച് നിങ്ങളിത് ഇന്ന് തന്നെ പോയിട്ട് നാളെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നല്ല പറയുന്നത്. ഇവൻ 1-2 മാസത്തെ എഫേർട്ടിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്ത് പഠിച്ച് പല പ്രശ്നങ്ങളുണ്ടാവും. വെബ്സൈറ്റിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഒരുപാട് അറിയേണ്ട കാര്യങ്ങളുണ്ടാവും. പിന്നെ SEO ചെയ്തിട്ട് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ പഠിച്ച് ഡെവലപ്പ് ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വാക്കുകൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്നെ പേഴ്സണലി കണക്ട് ചെയ്യാം. വി ആർ പ്രൊവൈഡിങ് ഇതിനു വേണ്ടി നമ്മൾ AI മണി മേക്കിംഗ് മാസ്റ്റർ എന്ന കോഴ്സ് തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അഷ്ടമയുടെ അതിന്റെ ഫോം ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യാം. താല്പര്യമുള്ള ആളുകൾക്ക് ആ ഫോം ഫില്ല് ചെയ്യാം. ഇപ്പൊ ഫില്ല് ചെയ്യുന്ന ആളുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഫോം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. യെസ്, ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്തോളൂ. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർ ഹെൽപ്പോട് കൂടി നിങ്ങളെ കൈ പിടിച്ച് ഇതിന്റെ ഓരോ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള മാസ്റ്റർ ആയിട്ട് അതിൽ ഇങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കുന്നത് വരെ നിങ്ങൾക്ക് നിങ്ങൾ 5,000 മുടക്കി കഴിഞ്ഞാൽ 10,000 നിങ്ങൾക്ക് കിട്ടുന്ന വരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും എന്നുള്ളതാണ്. ഡെവലപ്പ് ചെയ്യുന്ന ലെവലിൽ നിങ്ങളുടെ സ്കില്ലൊക്കെ ബിൽഡ് ചെയ്ത് മെന്റർഷിപ്പോട് കൂടി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ റീച്ച് ഔട്ട് മീ. ഓക്കെ, അപ്പൊ അതിനുള്ള അവസരങ്ങളുണ്ട്. ആസ്ന മാഡം അവൈലബിൾ ആണ് ഇവിടെ. ഗ്രൂപ്പിൽ ഒന്ന് അതിന്റെ ഫോം ഒന്ന് ഷെയർ ചെയ്യട്ടെ. താല്പര്യമുള്ള ആളുകൾക്ക് ആ ഫോമിൽ ഷെയർ നിങ്ങൾ ഡീറ്റെയിൽസ് മാർക്ക് ചെയ്യാം. ഇന്ന് ഫില്ല് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ സർവീസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദിസ് ജസ്റ്റ് വെബ്സൈറ്റ് ബിൽഡിംഗ് ആണ്. നമ്മൾ AI മണി മേക്കിംഗ് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും പല ആളുകളും.
ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സ്പെഷ്യൽ മെന്റർഷിപ്പോട് കൂടി നിങ്ങൾക്ക് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, യെസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് പറയോ? ഒന്ന് 2-3 പേരെങ്കിലും ഒന്ന് ഓണാക്കി പറയാൻ പറ്റുമോ? എങ്ങനെ ഉണ്ടായി? യൂസ്ഫുൾ ആയോ നിങ്ങൾക്ക് ശരിക്കും? യൂസ്ഫുൾ ആണ്, കാരണം ഞാൻ ഓൾറെഡി പഠിച്ചതാണ്. ഞാൻ ഒന്നും കൂടെ സിമ്പിളായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് കൂടെ നമുക്ക് സിമ്പിൾ ആവും. ഞാൻ ലാസ്റ്റ് ഒരു 15 മിനിറ്റാണ് കേട്ടത്. അതിൽ തന്നെ എനിക്ക് നന്നായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ താങ്ക് യു ശംസുദ്ദീൻ സർ. ഓക്കെ, യെസ്. വേറെ ആർക്കാ? ഞാൻ ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, നമ്മളെ ഗൂഗിൾ റിവ്യൂ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഗൂഗിൾ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളെല്ലാം ടിപ്പ് തന്നെ ചെയ്യാവുന്നുള്ളൂ. വേണമെങ്കിൽ ഗൂഗിളിൽ ക്യുനൈറ്റ്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അക്കാഡമീന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക്. ഓക്കെ, യെസ്. അതിൽ നിങ്ങൾക്ക് റിവ്യൂ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഗൂഗിൾ റിവ്യൂ അറിയാലോ അല്ലെ? ഗൂഗിളിൽ നിങ്ങൾക്ക് റിവ്യൂ മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റിവ്യൂസ് എടുത്ത യെസ്, ഞാൻ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. യെസ്, എല്ലാവരും എന്ത് ചെയ്യാം, കോപ്പി ചെയ്യാൻ ഓപ്ഷനിലെല്ലാം ഇവിടെ പോയി അതിൽ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക, നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ വോയിസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഇത്തരം AI സർവീസുകൾ കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ തന്നെ ബെസ്റ്റ് AI അക്കാദമികളിൽ ഒന്നാണ് നമ്മൾ. ബെസ്റ്റ് AI അക്കാദമി ഇൻ കേരള എന്ന് കൂടി അടിച്ചു കഴിഞ്ഞാൽ, അക്കാദമി ഇൻ കേരള എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നമ്മളെ വെബ്സൈറ്റും കാര്യങ്ങളും ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റിന് നമ്മളതാണ് കേരളത്തിൽ. ഓക്കെ, യെസ്. നമ്മൾ കൊടുക്കുന്ന സർവീസുകളൊക്കെ നീ കൊടുത്തിട്ടുണ്ട്. AI ഫോർവേഡ്, AI മണി മേക്കിംഗ് മാസ്റ്റർ നമ്മളെ പ്രീമിയം കോഴ്സാണ് വരുന്നത്. AI വെച്ചിട്ട് എങ്ങനെ പോസ്റ്റ് ഡിസൈൻ ചെയ്യാന്നുള്ള കോഴ്സ് വരുന്നുണ്ട്. AI വീഡിയോ മാസ്റ്റർ വരുന്നുണ്ട്. വെബ് ഡെവലപ്മെന്റ് വരുന്നുണ്ട്. അതുപോലെ AI പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഞാൻ പറഞ്ഞല്ലേ, ഏറ്റവും കൂടുതൽ സാലറി വാങ്ങാൻ പറ്റുന്ന ഒരു മേഖല പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നുള്ളതാണ്. ആ ലെവലിലാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അഡ്വാൻസ്ഡ് എക്സൽ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സൽ യൂസിങ് AI എന്ന കോഴ്സ് വരുന്നുണ്ട്. ഈ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ AI ഫോർ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യും. AI ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന കോഴ്സുകളാണ്. ഇതൊക്കെ ഇൻഡിവിജ്വലി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. മാത്രമല്ല ഇതെല്ലാം കോമൺ, എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഇത് വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ഇപ്പോൾ ഞാൻ മെന്റർ ചെയ്യുന്ന സെഷനാണ് അഡ്വാൻസ്ഡ് AI മണി മേക്കിംഗ് മാസ്റ്ററി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇതിൽ എങ്ങനെ നിങ്ങൾക്ക് സ്കിൽ പഠിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് അതെങ്ങനെ മാർക്കറ്റ് ചെയ്യാം, അതിലൂടെ എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാം, ഇതടക്കം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങൾ അടച്ച എമൗണ്ട് 100% വേർത്തുന്ന ലെവലിൽ നിങ്ങൾക്ക് നിങ്ങൾ അടച്ച എമൗണ്ടിനേക്കാൾ 10 ഇരട്ടി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന സ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ വിടുള്ളൂ. 2 മാസത്തെ പ്രോഗ്രാമാണ്. ആ ലെവലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പേഴ്സണൽ മെന്റർഷിപ്പ് ഉണ്ട്, ഗ്രൂപ്പ് സെഷൻസ് ഉണ്ട്, വാട്സപ്പ് പോയി പഠിക്കാവുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എന്റെ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്, വേറെ ട്രെയിനേഴ്സ് ഒന്നുമല്ല. ഞാൻ നേരിട്ട് പഠിപ്പിക്കുന്ന പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി കണക്ട് മീ ആൻഡ് മൈ ടീം. ഓക്കെ, യെസ്, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇനി വേറെ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, നോക്കട്ടെ, ഞാൻ യൂട്യൂബിൽ ചിലപ്പോൾ ഇതിന്റെ റെക്കോർഡിംഗ് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് അതൊക്കെ വാച്ച് ഔട്ട് ചെയ്യാം. ഓക്കെ, ഡെഫിനറ്റ്ലി. ഓക്കെ, എന്താണ് സർ, പറഞ്ഞോളൂ. ഗ്രൂപ്പിൽ ഇതിന്റെ ലൈവ് ക്ലാസ് തരൂല, റെക്കോർഡ് ക്ലാസ്. ഇത് ശരിക്കും നമ്മൾ ലൈവ് മാത്രമേ സെഷൻ കൊടുക്കുന്നുള്ളൂ. യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇത് ഇന്നലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഓക്കെ, പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിയിക്കാം. ഓക്കെ, ഈ ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെ അറിയാൻ പറ്റും? ഗ്രൂപ്പിൽ അറിയിക്കുക. പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒരു ഫോം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കിട്ടിയിട്ടുണ്ടാവും. ഷെയർ ചെയ്തിട്ടുണ്ട് ആരെങ്കിലും? യെസ്, ഫോം ഷെയർ ചെയ്തിട്ടുണ്ട്. അസ്ന മാഡം ഷെയർ ചെയ്തിട്ടുണ്ട്. മാഡത്തിനെ കണക്ട് ചെയ്യാം. ഇതിൽ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ടാവും. യെസ്, വാട്സപ്പ് കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് ഷെയർ ആക്കാൻ പറഞ്ഞിട്ടുണ്ട് മാഡം. ഒന്ന് ഗ്രൂപ്പില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിലെ? ഗ്രൂപ്പിലില്ലാത്ത ആളുകളെ ഇല്ലാത്ത ആളുകളുണ്ട് അല്ലെ? അപ്പൊ ഞാൻ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിന്റെ. അതിലോട്ട് ഒന്ന് ജോയിൻ ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഫോമിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഫോം നിങ്ങൾ ഇന്ന് ഫില്ല് ചെയ്യുന്ന ആളുകൾക്ക് ഡേറ്റും ടൈം ഒക്കെ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ഫില്ല് ചെയ്യുന്ന ആളുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമ്മൾ തരുന്നുണ്ടാവും. യെസ്, അപ്പോ കോഴ്സിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞങ്ങൾക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോ
അതൊക്കെ നമ്മൾ ടീമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരം അറിയിക്കുന്നുണ്ടാവും. ഓക്കെ. അപ്പോൾ ഇന്ന് മാത്രമുള്ള ഓഫർ ഉണ്ട്, നാളെ മുതൽ റേറ്റ് കൂടുന്നുണ്ട്. ഓഗസ്റ്റ് 1 സ്പെഷ്യൽ ഓഫറാണ്, എക്സ്റ്റെൻഡ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഓഫറിൽ കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ ഫോം ഫില്ല് ചെയ്യുക, ടീമിനെ കണക്ട് ചെയ്യുക, പേയ്മെന്റ് ചെയ്യുക, ഡീറ്റെയിൽസ് എല്ലാം ചെയ്യുക. ഓക്കെ. 2 ഫോം ഫില്ല് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫോമിന്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. Building one from scratch നിങ്ങൾ can take ഗ്രൂപ്പിൽ That's where Godari's AI website builder comes in. With Godari, you can create a company. ഓക്കെ. താങ്ക് യു ഓൾ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്കുകൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഞാൻ റിവ്യൂ ലിങ്ക് ഷെയർ ചെയ്യാം, അതിൽ നിങ്ങളുടെ ഗൂഗിൾ റിവ്യൂ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. വാട്സപ്പ് എന്ത് ചെയ്യുക, നിങ്ങൾ വോയിസ് ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ഷെയർ ചെയ്യാം. ഇറ്റ് വിൽ ബി വെരി വണ്ടർഫുൾ. അടുത്ത പ്രാവശ്യം നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.